Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഇന്ന് നമ്മളുടെ പോഡ്കാസ്റ്റിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കോസ്പ്ലേയിങ്ങിന് ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി മെമ്പറും കൂടിയായ ഷാസിയ അഷ്റഫ് AKA That Anime Mom ആണ്. ഷാസിയ, welcome to the show. Thank you. Hi. It's good to meet all of you. Thank you. Thank you. The pleasure's ours. On a scale of 1 to 10, how nervous are you? Nervous ഒന്നുമല്ല, മലയാളത്തിൽ സംസാരിക്കണ്ടേ, അതന്നെ കുറച്ചൊരു ടെൻഷൻ. അതിന്റെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തെറ്റിച്ച് പറയാതെ കുറച്ചൊരു ടെൻഷനാണ്. അതെ അതെ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ ചോദിക്കാണ്, ഒരു പുതിയൊരാൾക്ക്, അതായത് കോസ്പ്ലെയർ അല്ലെങ്കിൽ കോസ്പ്ലേയിങ് എന്താന്ന് തീരെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വാട്ട് ഈസ് എ കോസ്പ്ലെയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഷാസിയ? കോസ്പ്ലേയിങ് ശരിക്ക് I'm not very much ഞാൻ അത്രക്കും ഒരു എക്സ്പേർട്ട് അല്ല കോസ്പ്ലേയിങ്ങിൽ, അക്കോർഡിംഗ് ടു മീ. ഞാനിപ്പോ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോ ഞാനിപ്പോ കോസ്പ്ലേ ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2021 3-4 വർഷമായി. സോ കോസ്പ്ലേയിങ് എന്ന് പറഞ്ഞാല് കോസ്റ്റ്യൂം പ്ലേയിങ്. കോസ്റ്റ്യൂം ഇട്ടിട്ട് യു ആർ ജസ്റ്റ് ലൈക്ക് ഹൗ യു ഹാവ് റോൾ പ്ലേയിങ്, കോസ്റ്റ്യൂം പ്ലേയിങ്. So basically ഈ കുറെ ആൾക്കാർ ഫാൻസി ഡ്രസ്സിനെല്ലാം പോലല്ലേ, യു ഹാവ് ടു ഡ്രസ് അപ്പ് ആസ് സംതിങ്. ഇറ്റ്സ് ലിറ്ററലി ശരിക്കും അങ്ങനെ തന്നെയാണ്. ഏതാണ് ഫേവറേറ്റ് ക്യാരക്ടർ അതിന്റെ പോലെ ആക്ട് ചെയ്യുക. അവരുടെ കുപ്പായോ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം പഠിച്ച് യു ആക്ട് ആസ് ദം. സോ ദാറ്റ്സ് ടെക്നിക്കലി വാട്ട് കോസ്പ്ലേയിങ് ഇസ്. എന്റെ അഭിപ്രായത്തിൽ ഞാനെല്ലാം കോസ്പ്ലേയിങ്ങിൽ ആദ്യം തുടങ്ങിയപ്പോ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് പ്രായമായില്ല, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ ആൾക്കാരെല്ലാം ഞാൻ ശരിക്കും ഐ വാസ് ലിമിറ്റിംഗ് മൈസെൽഫ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇൻ പോളണ്ട്, അവളുടെ പേര് ക്രിസി. അവളുടെ അടുത്ത് സംസാരിച്ച അവൾ പറഞ്ഞു, നീ എന്താ പറയുന്നത്, സ്റ്റാർട്ട്. ആരും പറ്റി വിചാരിക്കണം. ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം മൈ FYP വാസ് ഓൾ കോസ്പ്ലേസ്. കോസ്പ്ലേന്ന് വെച്ചാൽ കുറെ കോസ്പ്ലേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കിതെല്ലാം കാണുന്ന എനിക്കും ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ക്രിസ്റ്റീന്റെ അടുത്ത് സംസാരിച്ച് ഷി വാസ് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട്. ഏറ്റവും ഈസിയസ്റ്റ് കോസ്പ്ലേ എന്തായിരുന്നു? അപ്പൊ എന്റെ മുടി ബ്ലോണ്ടും ആയിരുന്നു. അപ്പോ എന്റെ ആദ്യത്തെ കോസ്പ്ലേ കാണിക്കിക്കൺ ഫ്രം ടോക്കിയോ ഗൂൾ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കോസ്പ്ലേ. അതായിരുന്നു എന്റെ ഫസ്റ്റ് കോസ്പ്ലേ. ബേസിക്കലി അങ്ങനെയാ ഞാൻ തുടങ്ങിയത്. ആൻഡ് I've not looked back ever since. കൊള്ളാം. എനിക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, what separates a great cosplayer from an average cosplayer? Honestly, എനിക്ക് ആ ഡിഫറൻസിയേഷൻ തീരെ ഇഷ്ടമല്ല. ബിക്കോസ് കോസ്പ്ലേയിങ് ഇറ്റ്സ് നോട്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ല. സർട്ടൻ പീപ്പിൾ ദേ ഹാവ് ഒരു എങ്ങനെ പറയല്, ഒരു ഇതുണ്ട്, ഒരു നാക്ക് ഉണ്ട് കോസ്പ്ലേയിങ്. യു ഹാവ് ടു ബി ഇൻട്രസ്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫൺ. അത് കോമ്പറ്റീഷൻ ആക്കിയാല് ഇറ്റ്സ് ഓൾവേസ് ആൾക്കാരുടെ തമ്മിൽ എപ്പോ കോസ്പ്ലേ കമ്മ്യൂണിറ്റീസ് ആക്ച്വലി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ദേഴ്സ് ലൈക്ക് യു ഹാവ് ഓഫ് കോഴ്സ് കോസ്പ്ലേ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ലോകത്ത് പ്രശ്നങ്ങൾ, നമ്മളുടെ ലോകത്ത് പ്രശ്നങ്ങളായിട്ട് ഞാൻ അങ്ങനെ പറയൂല. ബട്ട് ലൈക്ക് യു ഹാവ് ടു ബി സെൻസിറ്റീവ്. കാരണം certain characters will be from the queer community, certain characters will be from the black community. അപ്പോൾ അവരെല്ലാം കോസ്പ്ലേ ചെയ്യുമ്പോൾ കുറച്ചൊരു സെൻസിറ്റിവിറ്റി വേണം, മനസ്സിലായോ? ആൻഡ് കോസ്പ്ലേ കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട് where they lack that sensitivity 100%. റീസെന്റ് ഒരു കൺവെൻഷനിൽ ഒരു കോസ്പ്ലേഡ് ജസ്റ്റിൻ ബീബർ ആൻഡ് അവരുടെ ഫ്രണ്ട് കോസ്പ്ലേഡ് പി ഡെഡി. That is so insensitive. അത് ഭയങ്കര അത് ഫുൾ ലൈക്ക് നമ്മളുടെ കോസ്പ്ലേ കമ്മ്യൂണിറ്റി അതിൽ വലിയ പ്രശ്നമായിരുന്നു. ബിക്കോസ് യു ആർ enacting something that someone went to jail for. Like that's so definitely അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. And I don't crossing the boundaries is definitely a line. പിന്നെ ചില ആൾക്കാരുണ്ട് ബ്ലാക്ക് ഫേസ് എല്ലാം ചെയ്യലാണ്. ഈവൻ ദോ ദ ക്യാരക്ടർ ഇസ് നോൺ ബ്ലാക്ക്, അവർ ബ്ലാക്ക് ഫേസ് ചെയ്തിട്ടാണ് വരല്. ലൈക്ക് എന്തിനാണ് വെറുതെ ഉള്ള പ്രശ്നം, ഇല്ലാത്ത പ്രശ്നം വെറുതെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? വൈ? സോ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ബട്ട് I don't think there's a difference between an average cosplayer and a very good cosplayer. The point is, you have to have fun. You have to be sensitive about people's feelings. And that's all there is to it. There are so many cosplayers that are so good
എന്ത് അവരുടെ പേജെല്ലാം കണ്ട ഞാൻ എങ്ങനെ വിചാരിക്കും ഇവർക്ക് എങ്ങനെയാ എന്ത് ലൈക്ക് ഇത്ര ഫോളോവേഴ്സ് ഉള്ളത്, ലൈക്ക് ഹൗ ആർ ദേ നോട്ട് ഫേമസ്? അങ്ങനത്തെ അങ്ങനെ ശരിയല്ലേ അണ്ടർറേറ്റഡ് വെരി അണ്ടർറേറ്റഡ്, വെരി അണ്ടർറേറ്റഡ്. The cosplay community is so big. എത്ര ആൾക്കാരുണ്ട് നാട്ടിലും. ഐ ഡിഡ്ന്റ് റിയലൈസ് അപ്പാരന്റ്ലി നാട്ടിലും കുറെ ആൾക്കാരുണ്ട്. And the cosplay community അവിടെയും I mean സൗത്ത് ഇന്ത്യയിൽ ഐ എം നോട്ട് വെരി ഷുവർ, പക്ഷേ Okay. നോർത്ത് ഇന്ത്യയില് ഓ മൈ ഗോഡ് അവരുടെ കോമിക് കോണിന്റെ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. two of my mutuals, ഒന്ന് കോൽക്കട്ട എന്നാണ് എനിക്ക് തോന്നുന്നത്, and ഒന്ന് ഇസ് somewhere in നോർത്ത് ഇന്ത്യ. അവരുടെ കോസ്പ്ലേസ് എല്ലാം കാണും. ഞാൻ എങ്ങനെ വിചാരിച്ചു പഠിച്ചോനെ. ഇന്ത്യൻ സ്പൈഡർമാൻ, ഇന്ത്യൻ സ്പൈഡർമാൻ ഇതൊക്കെ ഉള്ള So good. And some of them അതെ. cosplay എല്ലാം ചെയ്യുമ്പോ ചില കോസ്പ്ലേസ് ലൈക്ക് ചില ക്യാരക്ടേഴ്സ് എന്നുള്ള വെരി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഇവര് അതിന്റെ പ്രോപ്സ് എല്ലാം ഉണ്ടാക്കുന്ന വിത്ത് ഡെയിലി ഹൗസ് ഹോൾഡ് ഐറ്റംസ് കാർഡ്ബോർഡ് ബോക്സ് എല്ലാം വെച്ചിട്ടാണ് കുറെ എല്ലാം ഉണ്ടാക്കുക. And the results of അത്രക്കും that are recyclable. magnificent, beautiful. DIY. Yeah. അതേപോലെ. ശരിക്കും ആ, ഞാൻ അതെല്ലാം കാണുമ്പോ ഞാൻ വിചാരിക്കും പഠിച്ചതിനെ ഇത്രക്ക് പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച് അതേപോലെ AB ഷെട്ടി മെമ്മോറിയൽ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ഷാസിയ അഷ്റഫ് അതെങ്ങനെയാ ഞങ്ങള് എത്തിക്കാൻ We do our research. അതെ വി ഡു അവർ ഹോംവർക്ക് റിയലി വെൽ my ഗസ്റ്റിനെ God. കൊണ്ടുവരുമ്പോ പേരൊക്കെ so- കണ്ടുപിടിച്ചില്ല. സോ ഷാസിയ അഷ്റഫ് ഇപ്പം ദ ആനിമെ മോം ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ ഹൗ ഇസ് ഷാസിയ അഷ്റഫ് ഡിഫറെന്റ് ഫ്രം ദ ആനിമെ മോം? എങ്ങനെയാ അറിയില്ല. That anime mom. That anime mom. ടെക്നിക്കലി പറഞ്ഞാല് രണ്ട് സെയിം തന്നെയാണ്. ജസ്റ്റ് ദാറ്റ് Oh. സ്ക്രീനിൽ കാണുമ്പോ കുറച്ച് മേക്കപ്പ് ഉണ്ടാവും, റിയാലിറ്റിയിൽ കാണുമ്പോ ലൈക്ക് ഞാനിങ്ങനെ I'll be very lazy. ഞാനിങ്ങനെ like I'll be like talking. I'm actually there's not much of a difference. And the entire personality and the page തന്നെയാണ്. Like Oh. a lot of ഞാനിപ്പോ എങ്ങനെയാ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് like to my friends and everyone. That is exactly what I put on page because I wanted to be very എനിക്ക് unfiltered ആയിട്ട് എൻ്റെ പേജ് ഉണ്ടാക്കണ്ടേ. Of course there are certain things ഞാൻ എൻ്റെ പേജിൽ ഇടലില്ല, like my daughter, my husband, എൻ്റെ പേഴ്സണൽ ലൈഫ് ആയിട്ട് അങ്ങനത്തെ ഞാൻ I used to ആദ്യമെല്ലാം ഞാൻ ഇടലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്റെ മോൾ വൈസ് മൂവ് വെറുതെ ഫാമിലിനെ ഇൻവോൾവ് ഫാമിലിനെ സോഷ്യൽ ഇൻവോൾവ് മീഡിയ ചെയ്ത് ഞാൻ ഭയങ്കര ഒരു ഗുഡ് എന്റെ ആൻഡ് മോൾ ബാഡ് പ്ലേസ് ആണ്. എന്റെ മോളുടെ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു ഫുൾ ലൈക്ക് അവളുടെ ലൈക്ക് ചെറുപ്പത്തോടെ ഫ്രം ഹർ ബേബി ഡേയ്സ് ടിൽ ലൈക്ക് Oh. 2 years back or something. And then ഒരു ദിവസം ഞാനിങ്ങനെ എല്ലാം കാണുമ്പോൾ ലൈക്ക് I was like വെറുതെ എന്തിനാ കണ്ണെല്ലാം കൊള്ളുന്നത്. took down a lot of pictures that were there with her and I was like ആ മിസ്റ്ററി ഇരിക്കട്ടെ. ലൈക്ക് ഓക്കെ ലൈക്ക് who is she? ഞാൻ എന്റെ പ്രായത്തിനെ പറ്റി സംസാരിക്കലില്ല, ഞാൻ എന്റെ മോളിനെ പറ്റി സംസാരിക്കലുണ്ട്, പക്ഷെ വേഗായിട്ട് ലൈക്ക് I went to my daughter's school like അങ്ങനത്തെ സാധനങ്ങളിൽ പിന്നെ ഹസ്ബൻഡ് ലൈക്ക് I always say that I'm married, I'm taken. പക്ഷെ എന്റെ ഏജ് ദാറ്റ് ഇസ് വൺ തിങ് ഐ നെവർ പുട്ട് ഔട്ട് ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഏജിയസ്റ്റ് കോമന്റ്സ് എന്ത് എനിക്ക് അത്രയ്ക്ക് ഏജിയസ്റ്റ് കോമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഓ നിങ്ങൾക്ക് അത്ര വയസ്സായി എന്തിനാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നത്, വല്ല അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ ഭർത്താവിന് വേണ്ടി, കുട്ടീനെ നോക്കിക്കൂടെ. ഏത് എല്ലാം ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോ ഹൗ ഡു യു റിയലി ഡീൽ വിത്ത് ഇറ്റ്? ഇങ്ങനെ ക്രിറ്റിസിസം അല്ലെ ഇങ്ങനത്തെ കമന്റ്സ് Hate comments. കമന്റ്സ് ഒക്കെ Does it വരുന്നത് affect you? ആദ്യം എല്ലാം യൂസ് ടു എഫക്ട് മീ സോ മച്ച്. ഞാനെല്ലാം ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കുറെ എല്ലാം കരഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഐ തിങ്ക് ദ ഫസ്റ്റ് 2-3 years. കാരണം എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ they've gone as far as attacking my child also. That was one of the main reasons ഞാൻ എൻ്റെ മോളുടെ ഹൈലൈറ്റ് ഫുൾ അങ്ങനെ മാറ്റിയിട്ട് അവളുടെ അവർക്കൊരു അറ്റാക്ക് വെക്ടർ കൊടുക്കുകയാണ്. സോ ഇറ്റ് യൂസ് ടു ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മണ്ടത്തരം ചെയ്തെന്ന് വെച്ചാൽ ഞാനെപ്പോ വിചാരിക്കൂ മറ്റേ ഫോളോവേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യണം, അത് ഹേറ്റ് കമന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ററാക്ട് ചെയ്യണം. അപ്പോൾ എനി ടൈം ഐ വുഡ് ഇന്ററാക്ട് ഇറ്റ് വുഡ് ജസ്റ്റ് കീപ് ഗെറ്റിംഗ് വേഴ്സ്. നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യാണ്. ജസ്റ്റ് ഫീഡിങ് ദം. അപ്പോ ഞാൻ ഇങ്ങനെ മറിയം കണ്ടിട്ട് മറിയം നീ എന്ത് പൊട്ടത്തറ ചെയ്യുന്നത്, എന്തിനാണ് ഇവരുടെ അടുത്തെല്ലാം സംസാരിക്കാൻ പോകുന്നത്, എനിക്കറിയില്ല ഇവർക്ക് ഇതല്ലേ വേണ്ടത്. She was like ignore. Then she said one thing that actually kind of stuck with me. She was like, it's publicity.
they're interacting with you. Just take it as that and then don't interact. She was like, friends ആണെങ്കിൽ അവരുടെ അടുത്ത് interact ചെയ്തോ, പക്ഷെ ബാക്കിയില്ല, you don't know these people. And for all you know, the bots എല്ലായിരിക്കും. So she was like, just ignore it. What's like some people with their fake account. Fake accounts, followers, posts. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് strongest hate comments ഒക്കെ post Strongest ചെയ്യുക. hate comments അല്ല, അവരുടെ ഹിഡൻ റിക്വസ്റ്റ് DMs എല്ലാം കാണാൻ യാ റബ്ബിൽ ആലമീൻ. Oh my god. ഞാനെല്ലാം വിചാരിക്കും എന്താണ് ആൾക്കാർ, these people don't even know me, എന്നിട്ട് എങ്ങനത്തെ like messages എല്ലാം അയക്കല. ഉഫ്, കുറെ എല്ലാം ബ്ലോക്ക് ചെയ്തു. 15-year-olds are in my DMs, man. ചെറിയ പിള്ളേരല്ലേ? ചെറിയ പിള്ളേർ, ഞാൻ അങ്ങനെ ചെറിയ പിള്ളേരായിട്ടൊന്നും പറയില്ല. They are the most, ശരിക്കും പറഞ്ഞാൽ they are the most like, I don't know like how to even describe it. അവരുടെ മെസ്സേജസ് എല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, നിന്റെ where are your parents എവിടെ? Like how they don't see this? Oof. It's so messed up. പക്ഷെ now ഇപ്പൊ comments അങ്ങനെയൊന്നും എഫക്ട് ചെയ്യില്ല. Because recently എന്തെല്ലോ comments എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. It doesn't bother me. Just something more light-hearted. ഷാസിയ blonde ആയിട്ടുണ്ട്, red head ആയിട്ടുണ്ട്, brunette ആയിട്ടുണ്ട്, orange hair. I don't know what you're rocking right now. I mean, അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സ്കാർഫ് ഇട്ടത്. എന്റെ കളർ ഭയങ്കരമായിട്ട് ഫേഡ് ആയിട്ടുണ്ട്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ മറൂൺ, പക്ഷെ ഇപ്പൊ ഒരു വെരി ഫേഡഡ് ലൈറ്റ് പിങ്ക് ആണ്. സോ എന്റെ മുടിന്റെ കോലം ഭയങ്കര മോശമാണ്. സോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, കുറച്ചൊരു പിങ്ക് ആണ്. വീഡിയോയില് ചിലപ്പോ കറക്റ്റ് കിട്ടുമായിരിക്കും, ഷസിയന്റെ വീഡിയോയില്. അപ്പൊ എന്റെ വീഡിയോയില് is ശരിക്കും there any color that you regretted? നോ, ഒരിക്കലും ഇല്ല. ഞാന് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തോടെ ലൈക്ക്, ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് നോ ദിസ്, ഒരു ആവ്രിൽ ലവീൻ. എങ്ങനെ? ആവ്രിൽ ലവീൻ, ദി സിംഗർ, അറിയോ? ആഡം ലവീൻ അല്ലേ? ആവ്രിൽ ലവീൻ. ഇല്ല അറിയില്ല. Oh my god, Avril guys, Lavigne അല്ലേ? when what year were you guys born? ഞങ്ങൾ 2001. 2000, it's close to millennials only. Of course, Avril Lavigne ഒന്നും അറിയില്ല. Avril Lavigne, Eminem അറിയില്ല. പോപ്പുലർ സോങ്. ഒരു പോപ്പുലർ സോങ്, Hey, you, I don't like your girlfriend. ആ പാട്ടറിയില്ല. ഒരു ലൈന് പറഞ്ഞിട്ട് പാട്ട് ഞങ്ങൾ ഷസാം എന്താ പാട്ടത്. Okay, anyway, it's like എനിക്ക് പണ്ട് ചെറുപ്പത്തോടെ itself എന്റെ പേഴ്സണാലിറ്റി, എന്റെ കുട്ടിക്കാലത്ത് ഒരു ബോക്സ് പോലത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അതില് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതില് മറ്റേ MP3 പ്ലെയർ ആണോ, മീഡിയ പ്ലെയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. മീഡിയ പ്ലെയർ. അപ്പൊ അതില് ദ സോങ്സ് എപ്പോ ഇങ്ങനെ ലിങ്കിൻ പാർക്ക്, ആവ്രിൽ ലവീൻ, എവനസെൻസ്, ഗൺസ് ആൻഡ് റോസസ്, റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സ്, അപ്പൊ എപ്പോ ഇങ്ങനത്തെ ഒരു ഈമോ ഗോത്ത് മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് ഓൾവേസ് വെരി മച്ച് ടുവേർഡ്സ് ദാറ്റ് ജോൺർ. And whether it came to like the punk movement, when it came to coloring hair, tattoos, I was very interested in those things. പിന്നെ ഞാൻ മുസ്ലിം അല്ലേ, raised in a Muslim community, in a brown community. അപ്പൊ അന്നെല്ലാം പറയുമ്പോ അമ്മ ഇതെല്ലാം ഹറാമാണ്, ഇതൊന്നും ചെയ്തൊക്കെയല്ലേ. പിന്നെ ഇൻഡിപെൻഡൻസും ഫ്രീഡം എല്ലാം കിട്ടിയ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നുണ്ട്, ഇനി ചെയ്യാം. നോ റിഗ്രറ്റ്സ്. ശരിക്കും ഐ നെവർ ലൈക്ക് മൈ സെൽഫ് വിത്ത് ബ്ലാക്ക് ഹെയർ. എനിക്ക് എന്റെ മുടി കോളേജിൽ തന്നെ ഇപ്പൊ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ യൂസ് ടു ഹാവ് റെഡ് സ്ട്രീക്സ് ആൻഡ് എവറിത്തിങ്. സോ നോ റിഗ്രറ്റ്സ് ആൻഡ് ഐ ലവ് എക്സ്പെരിമെന്റിങ് വിത്ത് മൈ ഹെയർ. ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ സെമീറിന്റെ ഒരു കളർ, ഹെയർ കളറിന് ഒരു സജഷൻ പച്ച പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ചെയ്യൂല. ആണോ? പച്ചയായിരുന്നോ? അതല്ല, സെമീറിന്റെ ഹെയർ കളർ ചെയ്യാൻ ഒരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ ഏത് കളറാണ് സജസ്റ്റ് ചെയ്യാം? ഏത് ഫേവറേറ്റ് കളർ? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? പേർപ്പിൾ. ഫേവറേറ്റ് കളർ അങ്ങനെ വെച്ചാ പേർപ്പിൾ ഇഷ്ടാ, ബ്ലൂ ഇഷ്ടാ, ബ്ലാക്ക് ഇഷ്ടാ. ഒരു ലൈക്ക് സി സട്ടിലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടേ, ഫുൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, ഞാൻ എന്തായാലും ചെയ്യൂല, ഞാൻ ജസ്റ്റ് ചോദിക്കാം. എന്റെ അഭിപ്രായത്തില് സ്റ്റാർട്ടിങ് ഓഫ് ഫ്രഷ് ഓൾവേസ് ഡു സംതിങ് കുറച്ച് സട്ടിലായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാനെല്ലാം യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സട്ടിലായിട്ടാ ചെയ്യണ്ടേ, കാരണം ഫുൾ പ്രൊഫസേഴ്സ് HOD അല്ലേ ഇല്ലേ. സോ ഞാനെല്ലാ അടിയിലത്തെ ഭാഗം എല്ലാം കളർ ചെയ്യലുണ്ടായിരുന്നു, റെഡും പിങ്കും. പിന്നെ ഈ ഭാഗത്ത് കളർ ചെയ്യലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ലൈക്ക് അണ്ടർ ദിസ് തിങ് കുറച്ചൊരു 2-3 സ്ട്രീക്സ് പേർപ്പിൾ ചെയ്തോ
നല്ല അസലായിരിക്കും. ഇല്ല, ഞാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ ചോദിച്ചത്. എനിക്ക് കുറച്ച് ആൾക്കാരോടെങ്കിലും പറയാലോ, ദാറ്റ് ആനിമേ മോം എന്നോട് മുടി കളറി. ഞാൻ അത് എല്ലാവരും പറയില്ലാന്ന്. Like if anyone says, "Oh my God, your hair is so nice. I wish I could do it." I'm like, ചെയ്തോ, എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നേ? YOLO. ഞാന് ഗൈസ്, അടുത്ത എപ്പിസോഡിൽ സെമിയുടെ പെർപ്പിൾ കളർ ആനിമേനെ കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ രണ്ടാൾക്കാരും ആനിമേസിലെ ന്യൂബി സ്റ്റേറ്റസിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് തീരെ എക്സ്പീരിയൻസ്ഡ് അല്ല ഞങ്ങൾ ആനിമേ ടൈപ്പ് ഓഫ് കോണ്ടന്റിൽ. കോവിഡ് ടൈമിൽ ഞാൻ നാറുട്ടോയിലേക്ക് ഗെറ്റ് ഇൻ ചെയ്തതാണ്. കോവിഡ് ഉണ്ടായപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഒരു ന്യൂ പേഴ്സണിനെ ഗെറ്റ് ഇൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആനിമേ ഏതായിരിക്കും? അതും ഒരു ക്യാച്ച് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഒരു ഈ ന്യൂ പേഴ്സണ് ഒരു ഇത്രയും എപ്പിസോഡ്സ് ഉള്ള നറൂട്ടോ, വൺ പീസ് ഇതായിട്ടൊന്നും കമ്മിറ്റ് ചെയ്യാനും താല്പര്യം. 100%. സംതിങ് ഒരു കുറച്ച് ലിമിറ്റഡ് സീസൺസ് ഉള്ള ഒരു പുതിയൊരു ആനിമേ സജസ്റ്റ് ചെയ്യാണ്. വിച്ച് വൺ വുഡ് യു സജസ്റ്റ്? That would depend. അത് കാണാൻ താല്പര്യമുള്ള ലൈക്ക് വുഡ് യു വാണ്ട് സംതിങ് കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് ആണോ അത് വേണ്ടേ, അതോ കുറച്ചൊരു നല്ലൊരു പ്ലോട്ട് ഉള്ളത് ലൈക്ക് ദാറ്റ് വിൽ കീപ് യുവർ അറ്റൻഷൻ? Keep your attention. പ്ലോട്ട് ഉണ്ടായിക്കോട്ടെ. അതെ, Erased. ആനിമേ റെപ്രസെന്റ് ചെയ്യാണ്. Start off with Erased. ഫസ്റ്റ് ഇംപ്രഷൻ. ഇറേസ്ഡ് എന്ന് പറയുന്ന ഒരു ആനിമേ ഉണ്ട്, ERASED, ഇറേസ്ഡ്. അതിന് 12 എപ്പിസോഡ്സേ ഉള്ളൂ. എത്ര മിനിറ്റ് ഒരു എപ്പിസോഡ്? 20 മിനിറ്റ് ഒക്കെ ആണ്. 20 like no 20 counting the intro and all that and the ending, I would say around 15 to 17 minutes. 12 എപ്പിസോഡ് 15 സെറ്റ്. ഇത് കണ്ടോ? one attainable. Beautiful. It's so twisted also. അങ്ങനെ പേടിപ്പിക്കുന്ന ഇതൊന്നും ഇല്ല, പക്ഷെ it's so good. I always recommend that ആനിമേ anime. കണ്ട ആരെയും പേടിക്കോ? എന്താ പറയുന്നത്? Dude, there are so many. One dark stories of അങ്ങനെ അങ്ങനെയുണ്ട്. അങ്ങനത്തെ for example- പേടിയില്ലാത്ത ഇതാണെങ്കിൽ ജുൻജീറ്റോ കണ്ടോ? യാ മോനെ. I don't have the guts to watch it. I'll be like, no, Oh. thank you. അങ്ങനെ എന്തോ ഒന്ന് കാണണല്ലോ. ജുൻജിറ്റോ അല്ലേ? ജുൻജീറ്റോ ഇപ്പോ റിലീസ് ആയിട്ടുള്ളൂ, പക്ഷെ അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പിന്നെ there is this anime called Devilman Crybaby. അതും കുറച്ചൊരു ട്വിസ്റ്റഡും ആണ്. ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് വെരി വെരി എക്സ്പ്ലിസിറ്റ്. ഭയങ്കരമായിട്ട് ഫൗൾ ലാംഗ്വേജ് എല്ലാം ഉണ്ട്. ഇറ്റ്സ് ഇൻ ജാപ്പനീസ്, സോ യു കൻ വാച്ച് ഇറ്റ് ഇൻ ദ ഡബ് ഓർ വിത്ത് സബ് ടൈറ്റിൽസ്. ആൻഡ് ഐ ഹേർഡ് ഇറ്റ്സ് വെരി ഗുഡ്. അതും കൂടെ കണ്ടു. ബട്ട് ഐ വുഡ് ഹൈലി സജസ്റ്റ് ഇറേസ്ഡ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ടു ആനിമേ. ശരിക്കും. ഓക്കെ, സോ എനിവേ ലിസണേഴ്സിൽ ആർക്കെങ്കിലും ആനിമേ ഇതുവരെ കാണാത്ത, ആനിമയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഈ സജഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. ഞങ്ങളും ചിലപ്പോ എറേസ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ആർക്കെയിൻ കണ്ടിട്ടുണ്ടോ? ഏത് ആർക്കെയിൻ? ഇല്ല, ഞാന് നാറുട്ടോ കണ്ടിട്ടുണ്ട്. ബ്ലൂ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു ഇത് ഉണ്ടായിരുന്നു. നാറുട്ടോ ഞാൻ അന്ന് ഞാൻ ഇതുവരെ കണ്ടപ്പോ So it's why would you start with such a big anime? ഞാനിങ്ങനെ ഗോഡ് സ്റ്റേറ്റസിൽ ആൾക്കാർ പറയുന്നതിലേക്ക് ആ ഒരു ടൈമില് ഞങ്ങള് സ്കൂളിലെ എല്ലാ പിള്ളേരും ഫുള്ള് നറൂട്ടോ, ഉസുമാക്കി, നറൂട്ടോ, ഉച്ചിഹ, ഇറ്റാച്ചി എന്നൊക്കെ പറഞ്ഞ എല്ലാരും വൺസ് ടോക്ക് ഓഫ് ദി ടൗൺ ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മളും നറൂട്ടോ എന്നാ കണ്ടു. നാറുട്ടോയിലേക്ക് കാണാന്ന് വിചാരിച്ച സ്റ്റാർട്ട് ചെയ്തത്. See, അതെല്ലാം OGs ആണ്. Those are the OG animes. Naruto, One Piece, Bleach, Dragon Ball Z. ഇതെല്ലാം OGs ആണ്. പക്ഷെ ഇത് കാണുന്നുണ്ടെങ്കിൽ like I would never suggest starting with these. ആനിമയിൽ താല്പര്യം ഉണ്ടെങ്കിൽ, യു വോണ്ട് സീ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, അതിന് ഐ വുഡ് സജസ്റ്റ് ഇറേസ്ഡ്. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷെ മൈൻഡ് യു, അറ്റാക്ക് ഓൺ ടൈറ്റനിലെ ഫസ്റ്റ് എപ്പിസോഡ് ആ ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ലവ് ദാറ്റ് ആനിമേ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദെയ്വ് ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇറ്റ്സ് സോ ഭയങ്കര ട്രോമാറ്റിക്കും ആണ് കേട്ടോ. It's so traumatic. But it talks about a lot of like real world problems, you know. It talks about genocide, it talks about racism, it talks about entitlement, you know, like capitalism, a lot of these things. It talks about a lot of these things if you watch it. ഈ കോസ്പ്ലേയില് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മോർ ദാൻ വർക്ക് മീറ്റ്സ് ദി ഐ. കോസ്റ്റ്യൂം ആകാം, പ്രോപ്സ് ആകാം, ലൈറ്റിംഗ് ആകാം, പിന്നെ ഇതുപോലെ തന്നെ കളർ, ഇങ്ങനത്തെ മ്യൂസിക്, ഈവൻ മ്യൂസിക് ആൻഡ് ട്രാൻസിഷൻ, ഇതൊക്കെ ഭയങ്കര ഒരു സിഗ്നിഫിക്കന്റ് റോൾ പ്ലേ ചെയ്യും. അപ്പോ ഷാസിയക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഡ്രീം ഉള്ള ഒരു കോസ്പ്ലേയിങ് ക്യാരക്ടർ ഏതാണ്? There is one cosplay that
സോ ഞാൻ ആദ്യം കണ്ട ആനിമെ ബ്ലീച്ച് ആയിരുന്നു. ബ്ലീച്ചിൽ there are two characters, Ichigo Kurosaki, who is the MC, the main protagonist, and ഒരു villain ഉണ്ട്, Grimjow. His name is Grimjow. These, like, എൻ്റെ ഒരു ആഗ്രഹം, like, for at some point when my cosplays are like perfect, I want to do these two characters, Ichigo and Grimjow. And to be fair, more Grimjow than Ichigo, because he's one of my favorite. He's a villain, but he's also a good guy, or anti-villain പോലത്തെ character ആണ്. And there's one more character, but he's not as, how do I put it? Like, I want to do Grimjow first. He's one of my favorite characters, and that's a male character. You have no idea how hard it is to cosplay a male character. എന്തൊരു പാടാന്ന് അറിയോ? ഭയങ്കര ഹാർഡാണ്. He's one of my dream characters to cosplay. How was your college life? മാംഗ്ലൂരിലെ ലൈഫ്, കോളേജിലെ കോളേജ് മേറ്റ്സ് അവരൊക്കെ ഇപ്പം ഷാസിയനെ കാണുമ്പോൾ ലൈക്ക് ഹൗ ഡു ദേ സീ യു? ഇത്ര ഫേമസ് ആയ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയപ്പോ. സോ ബേസിക്കലി ലൈക്ക് ഹൗ വാസ് യുവർ കോളേജ് ലൈഫ് ഇൻ എ നട്ട്ഷെൽ? College life ശരിക്കും that was my first taste of freedom. Because it was my first taste of freedom. അപ്പോ തെമ്മാടിത്തരെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ. സോ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്തെല്ലാം ഞാൻ ചെയ്യണ്ടേ? ലൈക്ക് the first time I drank was in college. First time I had a boyfriend was in college. അപ്പൊ അങ്ങനെയൊക്കെയല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് കോളേജിൽ. അതിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് കണ്ടുപിടിച്ചു. When I was found, I got into a lot of trouble because I get brown family, Parangadi, Muslim family. നിന്റെ വിചാരം എന്താ? നിനക്ക് ഇങ്ങനെ നീ ഇങ്ങനെല്ലാം ചെയ്താൽ നിനക്ക് കല്യാണം കിട്ടൂല, ആലോചന കിട്ടൂല, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് കോളേജ് ലൈഫ് വാസ് അമേസിംഗ്, to be fair. And a lot of my friends that now contact me like, oh my god, like, it's so cool to see that you're finally putting your personality out there. നിന്റെ പേജെല്ലാം കാണുമ്പോൾ ശരിക്കും നീ ഇതുവരെ മാറിയിട്ടില്ല. I'm so happy that you're still the same. അങ്ങനെയുള്ള ആൾക്കാരും അറിയലുണ്ട്. So many of my professors, and the professor എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് DMs like, where was all this when you were in university? Like, why didn't you do this when you were in university? I was like, ശരിയാണ്. അന്ന് നമ്മൾ അങ്ങനെ കോസ്പ്ലേ ഒക്കെ ചെയ്യുന്നതാണോ ചിലപ്പോ ഈ പ്രൊഫസേഴ്സ് തന്നെ ആയിരിക്കും നമ്മളെ വിളിച്ചിട്ട് എന്താ നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കുന്നത്. No, but to be fair, എന്റെ content cosplay മാത്രമല്ല കണ്ടിട്ടുണ്ടെങ്കിൽ, like, there's a lot of other things. It is first and foremost, first and foremost, I do love being recognized as a cosplayer. It's like such an amazing thing for me. പക്ഷെ അതില്ലാണ്ട് വേറെ കുറെ ഇതിലുണ്ട്. Like, I talk about brown parenting, I talk about how it is with friends, പിന്നെ pick-up lines എല്ലാം ഉണ്ട്. Pick-up line series എനിക്കും ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള Pick-up lines. You know how that started? And my friend, one of my friends was going through a breakup. She was going through, and I was like, okay, എങ്ങനെ ഇവള് ഇനിയിപ്പോ cheer up ചെയ്ത്. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് I started recording her. അപ്പൊ ആ ഫസ്റ്റ് പേഴ്സൺ ആരായിരുന്നു എന്നറിയോ? അപ്പൊ അവള് ഞാനിങ്ങനെ നമ്മളിങ്ങനെ പാർക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഇറ്റ് വാസ് an argument that they had, and she was like, finish, I'm ending these things അതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ശരിയായി പോയി അവരുടെ തമ്മില്. And ഇപ്പോഴാണ് ഞാനിങ്ങനെ ഈ പിക്കപ്പ് ലൈൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങി. That is exactly how it started. So you come up with your own pickup lines? കുറച്ച് ChatGPT, കുറച്ച് Google. അന്നെന്ന് വെച്ചാൽ it's been what, only 2 years. അന്നൊരു ChatGPT ഉണ്ടായിരുന്നില്ല. 2 years back. ChatGPT 2 years ആയി. മാസ് അഡോപ്ഷൻ തുടങ്ങിയിട്ട് അല്ല 2 years. അല്ല, അപ്പൊ ഞാൻ എടുത്തപ്പോ ഗൂഗിളിലായിരുന്നു. That time when I used pickup lines, അത് ഗൂഗിളിലായിരുന്നു. ചിലതൊക്കെ ഞാനിങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതാ, ഇത് ഞാനും ഉപയോഗിച്ചിട്ടുള്ള. ആരെടുത്ത ഈ പിക്കപ്പ് ലൈൻ എല്ലാം ഉപയോഗിച്ചേ? നമ്മളിങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കൺവീനിയൻസ്ലി മറിയമിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് മറിയമിന്റെ കൂടെയുള്ള ഒരു ഫണ്ണി ഹിലേറിയസ് അൺടോൾഡ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു അൺഫോർഗറ്റബിൾ സ്റ്റോറി ഏതെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ ഇവിടെ പോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. There are so many. എന്തെല്ലാം സംഭവിച്ചത്? പെട്ടെന്ന് ഞാൻ ഒരു സ്റ്റോറി ആലോചിച്ചപ്പോ ആ പെണ്ണ് like she had met with an accident. So it's not supposed to be a funny thing. പക്ഷെ it happened, ട്രാഫിക് സിഗ്നലിന്റെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാല് she stopped at the traffic signal. എന്നിട്ട്
ഇവളാണ് എന്റെ അടുത്ത് പറയുന്നത് കേട്ടോ കുറെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ന്യൂസ് ഫ്രം ബിക്കോസ് എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുമ്പോൾ വി കോൾ എവറി ഡേ. അപ്പൊ രാവിലെ എഴുതി എന്തല്ല എന്നിട്ടാണ് ഈ പെണ്ണ് 2 ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് some accident happened. She messaged me like, dude, I met with an accident. This happened. And she sent me the picture of the car. I was like, അതെ എന്താ സംഭവിച്ചത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സ്പീഡ് ചെയ്യണ്ടായിരുന്നു. ഞാൻ സ്പീഡ് ചെയ്തിട്ടൊന്നും ഇല്ല കുരിപ്പേ, ട്രാഫിക് സിഗ്നൽ. അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് she was waiting at the signal. അപ്പൊ ബാക്കിൽ ബസ് വന്നിട്ട് ഇടിച്ചതാണ്. And she saw it happening. She was like, she stopped and she saw that the bus was coming. It was not slowing. She was like, shit. Yeah, she was like, and she was there with one of her friends who was also there. Her friend was fine. Like nothing happened. ഇവളാണെങ്കിൽ അവളുടെ മൂക്ക് ഇടിച്ചതാണ് on the steering wheel. അപ്പൊ she hit her head and her like മൂക്കെല്ലാം ഇടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവൾ എന്റെ അടുത്ത് ഈ സ്റ്റോറി പറയുന്നത്. അപ്പൊ ഐ എം ഹിയറിംഗ് ഓൾ ദിസ് ഓൺ ദ ഫോൺ. ഐ എം ലൈക്ക് ഓക്കെ ഐ വിൽ കം സീ യു. പക്ഷെ അതിന് മുമ്പേ അവൾ ഈ സ്റ്റോറി എല്ലാം ഷീസ് ലൈക്ക് യാ ദിസ് ഗേൾ വാസ് ലൈക്ക് അൺടച്ച്ഡ്, നത്തിങ് ഹാപ്പൻ ടു ഹർ. ആ പെണ്ണിന് ഒരു ലാഷ് അപ്പോയിന്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഷീസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ മറിയം, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ക്രൈ, ഡോണ്ട് ബി. മറിയം ആണെങ്കിൽ ഇങ്ങനെ പാനിക് മോഡിലായിരുന്നു കാരണം ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. ദ ബാക്ക് ഓഫ് ദ കാർ വാസ് ഗോൺ. ലൈക്ക് ഷീ കുഡന്റ്, ദാറ്റ് കാർ വാസ് അൺഫിക്സിബിൾ. And it was a Jeep. It was a Jeep that too. So other back you fully there, and her friend, she was telling me, she's like, yeah. And Shera's like, it's okay, Mariam, don't cry, it's okay. Can you give me your phone so I can cancel my lash appointment? Priorities. Oh my god. അതെല്ലാം കഴിഞ്ഞ I was like, okay, I'll come visit you at the hospital. അപ്പൊ ഞാൻ ഇങ്ങനെല്ലാം ചോദിക്കുന്നത് MRI ചെയ്തോ ഇത് ചെയ്തോ. I was just like, I don't know. ആശുപത്രിയിൽ ഞാനിങ്ങനെ ഹോസ്പിറ്റൽ റൂം അവിടെ കയറി നോക്കുമ്പോ ഷീസ് വിത്ത് ദ നെക്ക് കോളർ, ഫേസ് ഇസ് സ്ലൈറ്റ്ലി swollen. I enter and the first thing we both do is we both look at each other and we start laughing. It was not supposed to be funny, but I don't know why. For some reason I saw her and I was like we both just started laughing at each other. And she was like, what is this, man? She's like, I have a third eye now over here and all because I would cut in there. So that was actually one of the funny incidents that happened. Oh my god. നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ സർക്കിളുള്ള പോലെയാണ്. നിങ്ങൾ മറിയം, രേഷ്മ, ടോംസി, Tomsy. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പേര്. ഇറ്റ്സ് നൈസ്, കാണാൻ അടിപൊളിയാണ്. It's a lot of fun with them actually. I can imagine നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട്. The content with them is very organic. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കോണ്ടന്റ്. ചില സമയത്ത് യെസ്, വെരി റെയർലി ആക്ച്വലി യെസ്. പക്ഷെ whenever we meet, നമ്മളെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാങ് ഔട്ട്സ് എല്ലാം ഇങ്ങനെ വാ പോയി ചായ കുടിക്കുക. അപ്പൊ ഇവിടെ I don't know how മറ്റേ സൗദിയിലെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷെ ഇവിടെ താഴത്തെ കാഫറ്റേരിയയിൽ ഇങ്ങനെ 1 dirham ചായ എല്ലാം കിട്ടും. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു തരത്തിന്റെ മിന്റ് സുലൈമാനിയോ കട്ടൻ ചായ അങ്ങനത്തെ എല്ലാം പോയി കുടിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ പെട്ടെന്ന് അറിയോ ആക്ച്വലി ഗുഡ് കോണ്ടന്റ്, ഫിൽം ചെയ്താലോ എന്നാ ഓക്കെ ഫിൽം ചെയ്യാം. So it's very organic, very spontaneous. അതുകൊണ്ട് ചില വീഡിയോ എല്ലാം എന്നെ കാണുമ്പോ like I look like crap because I would have just no, I find the difference, you know. And then I'm not in makeup to film videos like that. Like some videos with my friends, I'm never in makeup. I'm just like just got out of the house, birthday താഴോട്ട് വാ ചായ എല്ലാം കുടിക്കാന്ന് പറയുമ്പോ I'll just wear my check pen, go in, I'll be in my pajamas or something. അങ്ങനെല്ലാം പോയി it's content at the end of the day. ഇത്രയും വർഷം കോണ്ടന്റ്സ് ഒക്കെ ചെയ്ത് യു ഹാവ് ബിക്കം ദാറ്റ് ആനിമെ മോം. സോ ഒരു ടീനേജർ ഷാസിയ അഷ്റഫിന് ദാറ്റ് ആനിമെ മോമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ടീനേജർ ഷാസിയക്ക് ദാറ്റ് ആനിമെ മോമിന് കൊടുക്കാനുള്ള അഡ്വൈസ് Like what my teenager self would tell me? No, what the anime mom would tell the teenage self. ശരിക്കും പറഞ്ഞാല് ഇത് ലൈക്ക് ഞാനിത് കുറെ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ലൈക്ക് ഞാൻ എന്താന്ന് പറയാൻ പോകുന്നത്. കാരണം ടീനേജ് ഷാസിയ എന്ന് വെച്ചാല് ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു പെണ്ണായിരുന്നു. ലോ സെൽഫ് എസ്റ്റീം, കുറെ എന്തൊക്കെയെല്ലാം ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബൗണ്ടറീസ് ഉണ്ടായിരുന്നു ഇൻ ദ വേ ദാറ്റ് ഐ വാസ് റേസ്ഡ്. അപ്പോ അവളുടെ അടുത്ത് പറയാനുള്ള ലൈക്ക് ബി പേഷ്യന്റ്, യുവർ ടൈം ഇസ് it's not yet here. Like kore aalkarallo they find themselves, they find what they're passionate about, especially like Gen Z.
a lot of them are very passionate, but like they find out their passions at a very early age. നമ്മളുടെ കാലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. So സ്കൂളിൽ പോവാ, കോളേജിൽ പോവാ, പഠിക്കുക, ഡോക്ടർ ഓർ എഞ്ചിനീയർ, ആൻഡ് ദെൻ ജസ്റ്റ് വർക്ക്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. So we were not taught to follow passion. To find your passion, you know, at a very later stage in your life is a different kind of feeling. You know, I like my advice to her would be like, you know, your time is yet to come. Like, you know, be patient. No, it will work out. 100%. Because എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, you know, like ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വിചാരിക്കും, ഞാൻ എങ്ങനെ ആയി, ലൈക്ക് ഹൗ വിൽ ഐ ബി ആസ് എൻ അഡൾട്ട്, ഞാൻ ഇവരുടെ പോലെ ആയിപ്പോവോ. ലൈക്ക് ഐ യൂസ് ടു സീ മൈ ഫാമിലി, ഐ യൂസ് ടു, എന്റെ തോട്ട് പ്രോസസ് അന്ന് തന്നെ ലൈക്ക് ഭയങ്കര ഡിഫറെന്റ് ഉണ്ടായിരുന്നു. വെൻ ഇറ്റ് കെയിം ടു ഫാമിലി വാല്യൂസ്, വെൻ ഇറ്റ് കെയിം ടു റിലിജൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ എങ്ങനെയെല്ലാം കുറെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടായിരുന്നു. ലൈക്ക് ഇവൻ വെൻ ഇറ്റ് കംസ് ടു റിലിജൻ ഞാൻ എപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടായിരുന്നു. മമ്മിയെല്ലാം പറയൂ, ലൈക്ക് നീ എന്തിനാ എങ്ങനത്തെ ചോദ്യം എല്ലാം ചോദിക്കുന്നത്, പറയുന്നെല്ലാം കേട്ടാ മതി. എന്തിനാണ് ചോദ്യം ചോദിക്കാൻ പറ്റാതെ. അന്നത്തെ കാലത്ത് ലൈക്ക് ഐ യൂസ് ടു ക്വസ്റ്റ്യൻ എ ലോട്ട് ഓഫ് തിങ്സ്, ആൻഡ് ടു ആക്ച്വലി ഹാവ് ദ ഫ്രീഡം ടു ഓപ്പൺലി സേ തിങ്സ് ലൈക്ക് ദാറ്റ്, ടു ഓപ്പൺലി ക്വസ്റ്റ്യൻ തിങ്സ് ലൈക്ക് ദാറ്റ്, സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ലൈക്ക് it's definitely very much, I value that a lot. Definitely something that, you know, I would tell her, like, you know, be patient, it'll all work out, and whatever it is that you're thinking about right now, like, you will never change. Because even when I got married, you know, my family was like, oh, nee kalyanam kayinju at least nee onnu maaro. You're coming up on your 10 years anniversary, right? How not? I said 24. ഹസ്ബൻഡ് ചിലപ്പോ ആനിവേഴ്സറി ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. 24, you're right. ഞാൻ പറഞ്ഞില്ലേ, we do our research. Yeah, I'm coming up on my 10-year anniversary in April. Oh, congratulations, Congratulations guys. from our side. A decade. So, how will you tell, like, ഞാൻ എപ്പോഴും ഇപ്പൊ ഒരു ടീനേജർ ആയപ്പോഴും അതേപോലെ ഈ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരാളെ കൂടെ തന്നെ ലോങ് ടേം ജീവിക്കുമ്പോ ഒബ്വിയസ്ലി വിൽ ഗെറ്റ് ബോർഡ് അറ്റ് സം പോയിന്റ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ആ ബോർഡം തരണം ചെയ്യാന്നുള്ളത്? See, ഇത് ചോദിക്കുന്ന ആള് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ദ വേർസ്റ്റ് പേഴ്സൺ ടു ആസ്ക് ദിസ്. കാരണം ഞാനിപ്പോ ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ ഞാൻ പറയാനാ പോകുന്നത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് മാരേജ്. Even though I'm a married woman, ഞാൻ ആ കോൺസെപ്റ്റിൽ, മേ ബി ബിക്കോസ് ഓഫ് ദ വേ ഐ വാസ് റേസ്ഡ്, മേ ബി ബിക്കോസ് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽ കല്യാണം എല്ലാം കാണുമ്പോൾ ദ ഗേൾ വാസ് ഓൾവേസ് ഭയങ്കര സബ്മിസീവ് ആയിരുന്നു, ഭയങ്കര ഒരു അടക്കം ഒതുക്കെല്ലാം വേണം, കുക്ക് ചെയ്യാൻ അറിയണം, കുട്ടികൾ നോക്കണം, ജോലി കൊടുക്കണം, ഭർത്താവിന് നോക്കണം, ഇൻലോസ് നോക്കണം. ഞാൻ അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലാണ് വളർത്തുന്നത്. സോ ഫോർ മീ ഐ വാസ് നെവർ ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പൊ ഞാൻ I think when I was in my 20s itself, ഞാൻ എന്റെ ഉമ്മന്റെ അടുത്ത് പറഞ്ഞു, I was like, എനിക്ക് കല്യാണം കഴിക്കണ്ട, I don't want to get married. And again, but the thing is, see, അന്നത്തെ കാലത്ത് like you had no choice. Oh wait, you had no choice. So again, I was coerced into it, but again, അവരുടെ മേത്തോട്ടാണ് അത് backfire ചെയ്തേ. Because I ended up finding a very good partner, thank God, touch wood. But again, എനിക്ക് like for me, I believe finding a partner is the main thing. അതിലൊരു ഗവൺമെന്റ് കോൺട്രാക്ടിന്റെ ആവശ്യമൊന്നുമില്ല. Find a partner, like, you know, find a partner who will lift you up at the same time, who you can lean on and they can lean on you as well. And to be fair, it's never going to be 50-50 at all times in a relationship. There are some days when I can maximum manage 10%. And I'll be like, I'll tell my husband, do the rest 90. Like, I cannot do it today. Yeah. There are some days when I can do maybe more than him. Maybe I can do 60, he can do 40. And as parents, it changes even much more after that. So I think what matters is that, you know, you have the necessary conversation ഉണ്ടാവണം, the necessary conversations. Boredom ഉണ്ടാവും. Like, I don't know, young people are like, these young people, they always say, spark ഉണ്ടാവണം, ഇത് ഉണ്ടാവണം. ആദ്യത്തെ 3 വർഷമല്ലേ അത് ഉണ്ടായിട്ട് പിന്നെ അത് പോകും. 3 വർഷം ഉണ്ടാവില്ലേ? Some people say ആദ്യത്തെ 1 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. See, it is there. I wouldn't say that it's not there. പക്ഷെ അത് evolve ചെയ്യലാണ്. It doesn't die down. It evolves to something much more than that. മനസ്സിലായോ? Companionship പോലെ. More like a partnership. More like a partnership. ഇപ്പൊ ഞാൻ പറയട്ടെ, like,
it's a very weird example. പക്ഷെ നമ്മൾ മത്തിക്കറി ഉണ്ടാക്കലില്ലേ, freshly when we eat it, it tastes good. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ when you take it from the fridge and you heat it, it has a different taste, but it's still very good. നല്ല രസമില്ല അത്. അങ്ങനെ So it's something like that. It's still good. Like, you know, ഞാനെല്ലാം പുറത്തുനിന്നെല്ലാം വരുമ്പോ after hanging out with my friends, ചില സമയത്ത് if the social interaction is too much or like it's not bad, but it's just too much, you know, it's like overwhelming. അങ്ങനത്തെ overwhelming situation എല്ലാം ഉണ്ടാവുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോ ഒരു relief ആണ്. It's like you know, I see my husband's face. He'd be sitting here playing FIFA. എന്റെ മോള് ഉണ്ടാവും, എന്റെ 3 പൂച്ച ഉണ്ടാവും. ആ സീനിലോട്ട് തിരിച്ചു വരുമ്പോ I'm like, home, വീടെത്തി, home, peace. it's really home. It's peace. So Nice. that is, I feel like that is the main thing you should try to attain in a relationship. And no relationship is perfect. നമ്മളുടെ അടുത്ത് നമ്മളും അടികൂടലെല്ലാം ഉണ്ട്. Recently we were arguing about the whole election in the US that was happening. Not arguing, like it was like a conversation. And ശരിക്കും പറഞ്ഞാൽ എന്റെ ഭർത്താവ് he's too smart. I have to say this. The man's a walking encyclopedia. എന്താ അറിയണ്ടേ എല്ലാം അറിയാക്ക്. എക്കണോമിക്സ് ബുക്കെല്ലാം വായിക്കലാന്ന് ഫ്രീ ടൈം ഉണ്ടാവും. ഭയങ്കര ഇടങ്ങാറാ. പൂച്ച 3 എണ്ണം ഉണ്ട്. 3 കൊള്ളാം. നൈസ്. ഇവിടെ ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ട് വരാൻ പോവാണ്. പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു 3 പൂച്ചയും സ്വിഫ്റ്റ് അല്ല, ടൈലർ സ്വിഫ്റ്റ് ഭയങ്കര Cat lover ആ? cat mom ഒക്കെയാണ്. ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ട് നടക്കാൻ പോവാണ് ആഫ്റ്റർ എ വീക്ക്. ആണോ? Are you guys going? നോട്ട് റിയലി. Taylor Swift ഇഷ്ടാണോ? ഞങ്ങള് ടൈലർ സ്വിഫ്റ്റിന്റെ എന്താ പണ്ടത്തെ പാട്ടൊക്കെ കേട്ടാണ് ഞങ്ങളും വളർന്നത്. ഞങ്ങളെ 9th 10th ഗ്രേഡിലൊക്കെ ടൈലർ സ്വിഫ്റ്റ് സോങ്സ് ആയിരുന്നു ഞങ്ങൾ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ആണോ? I don't know if this is a very controversial opinion, but I'm not a big fan of. ഞങ്ങളും ബിഗ് ഫാൻ എന്നല്ല. No, when I say big fan, not a big fan, I mean like I dislike certain artists these days. So I'm like, okay, I don't like Taylor Swift as much anymore. Pandala, her older songs, the Teardrops on My Guitar, adellam kettappo like she was just starting then, so there was a fresh tune. ഓക്കെ. But recently, I don't know what it is. I just dislike the music also that's coming out with Taylor Swift. എനിക്കും പുതിയ സോങ്സ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. പുതിയ songs എനിക്കും അറിയില്ല. മിഡിൽ സ്കൂളിലൊക്കെ ആയപ്പോഴായിരുന്നു ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ടൊക്കെ കേട്ടത്. ഞാനിപ്പോഴും വൈൽഡസ്റ്റ് ഡ്രീംസ്, ബ്ലാങ്ക് സ്പേസ് ഈ പാട്ടൊക്കെ ഇഫ് ഐ വോണ്ട് ടു ലിസൺ. ആലോചിക്കും. ഷാസിയ എന്നിട്ട് പാട്ട് പറയാൻ പറയല്ല, ഞാൻ പാടില്ല. അല്ലല്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കും വേണ്ട. സോ ഷാസിയ, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായ്. സോ 12th വരെ ദുബായിലോ ഷാർജയിലോ പഠിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂൾ, ഷാർജയിലോ. ഓക്കെ, ഓക്കെ. സോ 12th വരെ ഷാർജയിൽ പഠിച്ചു. പെട്ടെന്ന് നാട്ടിലോട്ട് വന്ന്, അതും മാംഗ്ലൂരിലോട്ടാ പോയത്. സോ ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ചേഞ്ച്? പിന്നെ ഗേൾസ് ഓൺലി സ്കൂൾ ആയിരുന്നു Girls only school. My mom was a teacher in that school. അവിടെ ടീച്ചേഴ്സ് എന്റെ മയ്യ തന്നെ ആയിരുന്നു ആ സ്കൂൾ. ഓ മൈ ഗോഡ്, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്റെ സ്കൂൾ ലൈഫ്. ബിക്കോസ് ടീച്ചറിന്റെ കുട്ടിയായാലും ഒരു സർട്ടൻ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട്. റാങ്കർ ആയിരിക്കണം, ലൈക്ക് യുനോ പഠിത്തത്തിലെല്ലാം യു ഷുഡ് ഡു വെൽ ആൻഡ് ഓൾവേസ് ബയോ വിത്ത് മാത്സ് തന്നെ എടുക്കണം. തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒക്കെ ടിക്ക് ചെയ്തടാ ബയോമാത്സ്. ഞാൻ ബയോമാത്സ് അല്ല, ഞാൻ ബയോ ഹോം സയൻസ്. I don't know why I took home science. That was supposed to be the easiest one. ഓപ്ഷൻ ഇല്ലല്ലോ. ഹോം സയൻസ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. പക്ഷെ ബയോ എടുത്തിട്ട് കമ്പ്യൂട്ടർ എന്താ പോയിന്റ്? ഡോക്ടർ ആകുമ്പോണാക്കുന്ന കമ്പ്യൂട്ടർ. ശരിക്കും പറഞ്ഞാൽ ബീങ് എ ഡോക്ടർ വാസ് നോട്ട് മൈ ഫസ്റ്റ് ഓപ്ഷൻ. എനിക്ക് ശരിക്കും ഡിസൈനർ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. സോ ഐ വാണ്ടഡ് ടു ഡൽഹിയില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ മമ്മി പറഞ്ഞു, എന്റെ ഒരു കുട്ടി മംഗലാപുരത്ത്, ഒരു കുട്ടി ഡൽഹിയിൽ, ഞാനിവിടെ ഒറ്റക്കായിട്ട് ഞാനെന്താ ചെയ്തത്? എന്നാ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചു. അയ്യോ വേണ്ട, ഞാൻ മംഗലാപുരത്ത് പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. ഐ വാസ് എക്സൈറ്റഡ് ടു ഗോ ടു ബാംഗ്ലൂർ. ഐ വാസ് എക്സൈറ്റഡ്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. കാരണം എന്റെ നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ TV ഒന്നും ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പൊട്ടിത്തെറിച്ച് റേഡിയോ ഉണ്ടായിരുന്നു. അതില് മമ്മി എല്ലാ ദിവസവും രാത്രി ഒരു 89.1 ഹം FM പഴയ ഹിന്ദി പാട്ടെല്ലാം കളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു.
other than that, like എനിക്ക് ഫോൺ പോലെ ഉണ്ടായിരുന്നില്ല. I had a tiny phone, അതും just the analog one that I could use for going for tuitions. ട്യൂഷൻസ് ആണ് ഒരേറ. അയ്യോ, ട്യൂഷൻസിൽ എനിക്കൊരു തെണ്ടിത്തരം കളിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇല്ലല്ലേ, ഞങ്ങളെ ട്യൂഷൻസ് ഫണ്ണായിരുന്നു. To be fair, like എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ now only people are talking about being neurodivergent, ADHD, OCD, ഇതെല്ലാം ഇപ്പോഴാണ് ആൾക്കാർ ഇതിനെപ്പറ്റി കുറെ സംസാരിക്കുന്നത്. I knew that there was something wrong with me പണ്ട് തന്നെ പഠിക്കുമ്പോൾ. കാരണം എനിക്ക് ഇങ്ങനെ ബുക്ക് തുറന്ന് പഠിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത്. എനിക്ക് like my mom, she was like, irrespective of anything, she was an amazing teacher. She still is. She was a biology teacher, so she used to teach. നല്ല രസത്തിൽ she would teach biology. So എനിക്ക് ഒരിക്കലും ആ ടെക്സ്റ്റ് ബുക്ക് തുറക്കാനുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. Whatever my mom used to teach, like in tuitions, she used to take tuitions എല്ലാം എടുക്കുമ്പോൾ ഞാനും പോയിരിക്കും. എന്നിട്ട് മമ്മി എല്ലാം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ട് ഞാൻ കേൾക്കും. അപ്പോൾ ഒരിക്കലും ആ ടെക്സ്റ്റ് ബുക്ക് തുറക്കാനുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് വെരി ഗുഡ് ഇൻ ബയോളജി. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എനിക്ക് തീരെ മനസ്സിലാവില്ല. And I would open the book, I would try to do like everything. ഒരിക്കലും like I couldn't understand the concepts in physics. Chemistry was still better because the teachers were good. കുറെ കാലം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി I have very much high ADHD. So അത് പഠിക്കുമ്പോൾ like I need good teachers. Like എനിക്ക് ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാ പഠിപ്പിക്കണ്ടേ. ലൈക്ക് എങ്ങനെ പറയല്ലേ, ലൈക്ക് വലിയ പിക്ചേഴ്സ് എല്ലാം വരക്കണം, വിഷ്വലി ലൈക്ക് ഒരു വിഷ്വൽ ഏജ് എല്ലാം ഉണ്ടാവണം, കളേഴ്സ് ഉണ്ടാവണം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവണം. സോ ഫിസിക്സ് അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ ഭയങ്കര മോശമായിരുന്നു. അതും പിന്നെ കുറെ ഫോർമുല ഒക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുണ്ടായിരുന്നു. ആ ബെർണൗളീസ് തിയറം ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങളുടെ ലോകത്തിന് പ്രശ്നമായി നമ്മളിങ്ങനെ എനിക്കൊരു ഔട്ട്സൈഡർ ഫീല്, റോമ ഇങ്ങനെ കൈമാറുന്നൊരു ഫീല്. Never forget that. എന്തിനായിരുന്നു ശരിക്കും ബെർണൗളീസ്? So how would you describe Mangalore city? ഒരു three wordsല് സിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? Loud, unsafe. എസ്പെഷ്യലി ഷാർജ UAE വരുമ്പോ. Yeah, cheap. Definitely. Lot of things like ഇവിടെ നിന്നെല്ലാം 100 ദിർഹം കിട്ടുന്ന സാധനം അവിടെ എല്ലാം 100 rupees എല്ലാം കിട്ടും. I was like, what? Oh my god. True. Things are very dirt cheap over there. So ഷാസിം ഏതൊരു മാംഗ്ലൂർ സ്റ്റുഡൻസിനെ പോലെ പഠിത്തം മാംഗ്ലൂർ, പാർട്ടി ഹബ്, മണിപ്പാൽ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. അതങ്ങനെയാണല്ലോ. ആരെങ്കിലും മംഗലാപുരത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു മാംഗ്ലൂര്. അപ്പം അവരിതേപോലെയായിരുന്നു. അല്ല, ഇവരൊക്കെ ഞങ്ങളെ പ്രായമുള്ളവരാ. അപ്പം മ്യൂച്വൽ ആവാൻ വഴിയില്ലല്ലോ. മണിപ്പാലിൽ ശരിക്ക് പോകുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സ്റ്റേ ആയിരുന്നു മണിപ്പാലില്. പക്ഷെ ഞാൻ ഒരിക്കലും ഓവർനൈറ്റ് സ്റ്റേ ചെയ്തില്ല. ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്യാൻ നോക്കിയപ്പോ എന്നെ പിടിച്ച് എന്നുവെച്ചാൽ എന്റെ അങ്കിൾ ഹോങ്കോങ്, നീ പോകുന്ന ഹോസ്റ്റലിൽ വിട്ടിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട് ഞാൻ പോവാ. പക്ഷെ മണിപ്പാൽ എല്ലാ വീക്കെൻഡിനും ഐ യൂസ്ഡ് ടു നോട്ട് ഗോ ടു മണിപ്പാൽ. കാരണം ഭയങ്കര ഡ്രൈവ് ആയിരുന്നു. പിന്നെ ചെറിയ ആൾക്കാർക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ മണിപ്പാൽ വാസ് ബാക്ക് ദെൻ എന്റെ കാലത്ത് ലൈക്ക് വാസ് സോ കൂൾ. വീക്കെൻഡ്സ് എല്ലാം മണിപ്പാലെല്ലാം പോകുന്നത്. ഇപ്പോഴും മണിപ്പാൽ ഇപ്പോഴും അടിപൊളിയാ. ആണോ? I don't know. I feel like, see, Manipal, maybe it might be good now, but Dubai, compare you never hit the mark. അങ്ങനെ ദുബായ് കമ്പയർ ചെയ്യുമ്പോൾ അത് obvious. Yeah. The nightlife over there back then നല്ല രസമായിരുന്നു. പക്ഷെ മംഗലാപുരത്തിലും നല്ല രസമായിരുന്നു. അപ്പോ നമ്മള് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വീക്കെൻഡ് എല്ലാം ആവുമ്പോ മൈ കോളേജ് വാസ് ജസ്റ്റ് 3 hours away from home. അപ്പൊ വീക്കെൻഡ് എല്ലാം ആവുമ്പോ കുറെ പ്രാവശ്യം വീക്കെൻഡ് എന്താ പരിപാടി, വീട്ടിലോട്ട് വന്നാ മതി. ശരി മൺഡേ രാവിലെ ട്രെയിൻ എടുത്തിട്ട് വരണം കോളേജിലോട്ട്. ക്ലാസ്സിന് used to be annoying. Yeah, it used to be Manipal. I'm very concerned how you got to know that.
എന്താ ചെയ്യാ മണിപ്പാൽ ഏതാ ലൈക്ക് ആര് നിങ്ങളൊക്കെ പഠിച്ച ടൈമിലും ഈ DT എച്ച് ഈ പ്ലേസസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നോ? Actually, I've never heard of these places. I've never heard of these places. ഞമ്മളുടെ ഓ, കാലത്ത് എന്നാ അത് ന്യൂ ബ്ലൂ പ്ലേസ്. വാട്ടേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു. പിന്നെ എനിഗ്മ എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ദീസ് വർ ദ 2 മെയിൻ ക്ലബ്സ്. ഈ 2 ക്ലബ് ആയിരുന്നു മെയിൻലി. ഈ രണ്ട് ക്ലബ് ഒന്നും പാടില്ല ബ്ലൂ വാട്ടേഴ്സ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ? ആണോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലൂ വാട്ടേഴ്സ് ഇസ് സ്റ്റിൽ ദർ. പക്ഷെ ഇപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോപ്പുലർ. നമ്മളുടെ കാലത്ത് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. The floor was like amazing and yeah, a lot of drama. How good are you on dance? I love dancing. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്റെ എനിക്കോ ചെറുപ്പത്തില് എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ഭരതനാട്യം പഠിക്കാൻ. ക്ലാസിക്കൽ. I wanted to learn. പൊളി. പക്ഷെ again there were like circumstances were such that എനിക്ക് like I couldn't ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ക്ലബിലെല്ലാം പോകുമ്പോ ലൈക്ക് ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാം കാണുമ്പോ people like, oh my god, you guys dance so well and all. I love Shazia, bust out some moves. Yeah. Throw it down. I used to love dancing. Dancing was my cardio back then. ഇപ്പോഴും ചില സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര ലേസിയാണ്. അപ്പൊ ചില സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോ മ്യൂസിക് ഓൺ ആക്കിയിട്ട് ഞാൻ വീട്ടിലെല്ലാം ഡാൻസ് ചെയ്തിട്ട് എല്ലാം പണിയെല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് പഠിക്കണമെന്നുണ്ട്. ലൈക്ക് ഐ സ്റ്റിൽ വോണ്ട് ടു ലേൺ ഹൗ ടു ഡാൻസ് ബെറ്റർ. എനിക്ക് ഫ്ലമെങ്കോ ആൻഡ് ബച്ചാട്ട ഐ വോണ്ട് ടു ലേൺ ദാറ്റ് സോ ബാഡ്ലി. എനിക്ക് ശരിക്കും പഠിക്കാൻ താല്പര്യം. പക്ഷെ ഇവിടെ എന്തൊരു വിലയാണ് ഒരു ക്ലാസ്സിന്. എന്റെ അമ്മ. ഞാൻ ബാലെ ട്രൈ ചെയ്തിട്ട്. I've tried ballet. Ballet. എന്റെ മോൾ ബാലെയാ പഠിക്കുന്നത്. So we sent her. She's going 1 year now. ഇപ്പൊ ബാലെ എല്ലാം പഠിക്കുന്ന എന്റെ മോള്. So എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിന് പോയി എന്റെ മോനെ എന്താ so tough. It's like leg day. ലെഗ് ഡേ പോലെ ആയിരുന്നു. നമ്മളിങ്ങനെ ടോസിലെല്ലാം ഉണ്ടായിട്ട് ഷോൾഡേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് പോർഷനൽ ഇങ്ങനെ ചെയ്ത് എന്റെ കാല് so painful. My leg was shaking that day. It was so hard. ഭയങ്കര പാടാണ് ബാലെ. But it's very good for your posture എന്ന് എല്ലാരും പറയുന്നു. Okay, so 2022 ഈ പോപ്കോൺ മിഡിൽ ഈസ്റ്റ് കോസ്പ്ലേയില് ഷാസിയ ലൂഫി ആയിട്ടാണ് പോയത്. എന്നിട്ട് പിന്നീട് the actual actor who played Luffy in the Netflix live action ആയിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ ഷാസിയക്ക് ഒരു ചാൻസ് കിട്ടി. How was that experience? And I tell you, I wanted to throw up because I was that. എനിക്ക് ശരിക്കും ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എത്രയൊക്കെ ടെൻഷൻ ആയിട്ട്. ആൻഡ് ഞാൻ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എല്ലാം ആദ്യം ചോദിച്ചപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്യാനുണ്ട്, ചെയ്യോ താല്പര്യമുണ്ടോ? I was like, okay, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. ചില ആൾക്കാർ വോയിസ് ആക്ടേഴ്സ് ആണ്, ചില 2 ആക്ടേഴ്സ് ആണ്. അപ്പൊ അത് കുറച്ചൊരു സർപ്രൈസ് ആണ്. ഓക്കെ. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ വൺ പീസ് ലൈവ് ആക്ഷൻ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ മക്കന്യു ആയിരിക്കണം, മക്കന്യു പ്ലേഡ് സോറോ. ഞാൻ ശരിക്കും വലിയ സോറോ ഫാൻ ആണ്. ആൻ എ സാഞ്ചി ഫാൻ. So I think later on it was like it's Iñaki and Taz, and I was like, they were like, are you sure you want to? I was like, yes, I'll do it. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ I was like, ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ദിവസം ലൈക്ക് they took me ആ ഗ്രീൻ റൂമില് they took me and I was in a Nami cosplay. So there is another character called Nami. So ആ Nami cosplay ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. like how will I talk to them and questions മാത്രമല്ലല്ലോ ചോദിക്കണം. ഇപ്പൊ നിങ്ങള് സംസാരിക്കുന്ന പോലെ you have to interact with them as well. എന്നിട്ട് ഞാനിങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്നതാ ഇനിയാക്കി ഇങ്ങനെ പാസ് ചെയ്യുന്നത്. And he just saw me, he's like, I like your Nami cosplay. And I was like, thank you, I'm actually going to be interviewing. He's like, you're interviewing us? And I'm like, he's like, oh, okay, cool, I'll see you. Like, I'm just going to go in the room and I think I'm going to talk to you in a bit and all. So I was like, okay. So അവരുടെ അടുത്ത് ആദ്യം ഞാൻ സംസാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ സ്റ്റേജിൽ കയറി. And they were so nice. So both of them, Taz, Skyler, ഭയങ്കര കൈൻഡ് ആയിരുന്നു, ഭയങ്കര വെൽക്കമിങ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു like how are you feeling? I was like, I'm actually kind of nervous. I was like, no, it's fine, don't worry, we're very chill.
പിന്നെ ഞാൻ ചോദിച്ചു ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് താല്പര്യമില്ലാത്തുണ്ടോ? അപ്പോൾ ടാസ് ലൈക്ക് നോ, ഐ ആം ഫൈൻ വിത്ത് എനിത്തിങ്. ഇനിയാക്കി ഒരു ക്വസ്റ്റ്യൻ അത് ചോദിക്കണം എന്ന് പറഞ്ഞു, ബിക്കോസ് ഇറ്റ് വാസ് അബൌട്ട് ഇനിയാക്കി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫിൽംസ്, ഇൻ ഫിൽമിങ്, ഇൻ ഡയറക്ടിങ് ആൻഡ് പ്രൊഡ്യൂസിങ്. അപ്പോ ചെറുപ്പത്തില് ഐ തിങ്ക് ഹി വെന്റ് ടു ആക്ടിംഗ് സ്കൂൾ. ചെറുപ്പത്തില് ഹി മേഡ് സം ഷോർട്ട് ഫിലിംസ് ഓൺ യൂട്യൂബ്. അപ്പൊ നിങ്ങളിപ്പോ റീസെർച്ച് ചെയ്തതുപോലെ ഞാൻ അതിനെ പറ്റിയുള്ള റീസെർച്ച്. അപ്പൊ ഞാൻ സോ ഞാൻ ആ ഷോർട്ട് ഫിലിമിനെ പറ്റി ചോദിച്ചു. പ്ലീസ് ഡോണ്ട് ആസ്ക് മീ അബൌട്ട് മൈ ഷോർട്ട് ഫിലിംസ്. ഐ വാസ് യങ് ആൻഡ് I just want to make it look artsy and all. Honestly, it's really bad. And I was like, no, but I like. He's like, you watched it? I was like, ah, you kandu. He's like, no, enthina adu kande. When a stage look kariyapo, like Taz, he came on the stage, he shook my hand. He's like, are you feeling okay? Do you want something? So it was very comforting. Pinne once I started talking to them and asking questions, എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. ഇവരെന്നാണ് സംസാരിച്ചത്. Like they were just talking and talking and talking, and we went way past the time limit also. So it was a lot of fun. Very, very nice people. And they took me in their cart as well. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, സോ ഞാൻ ചോദിച്ചു എനിക്ക് ഫിൽം ചെയ്യാൻ പറ്റുമോ അത്. അപ്പൊ ഫിൽം ചെയ്തോ, ആരും അറിയണ്ട. അവര് പ്രശ്നം ഫിൽം ചെയ്തോ എല്ലാം പറഞ്ഞു. Very much like Lucian. Nice. His character is very much like. Okay. It was amazing. ഷാസിയ ഏതെങ്കിലും കോസ്പ്ലേ ചെയ്തിട്ട് അത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? No regrets technically for my എന്റെ കോസ്പ്ലേസ് റിഗ്രറ്റ് ഒന്നുമില്ല. പക്ഷെ ചില എന്റെ പഴയ കോസ്പ്ലേസ് എല്ലാം കാണുമ്പോ ഞാനിങ്ങനെ ഐ തിങ്ക് ഐ കൻ മേക്ക് ദിസ് ബെറ്റർ. അപ്പൊ ഞാനത് റീഡു ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സോറോ ഒക്കെ ചെയ്ത പോലെ. I want to redo Zorro and Sanji again, to be fair. So അത് കുറച്ചുകൂടി മാസ്കുലിൻ ആക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ റീഡു ചെയ്യാൻ I don't have any regrets about my older cosplays. I actually like all my cosplays, to be frank. I still feel like I can do better. Sometimes when I look, I'm like, I can do something better than this for sure. ഞാൻ ആലോചിക്കും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ എങ്ങനെയെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. ഞാന് ഷാസിയുടെ കോസ്പ്ലേ കാണുമ്പോൾ ഞാൻ വിചാരിക്കരുത് the amount of effort that must have gone into this എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കാറ്. മേക്കപ്പ്, കോസ്റ്റ്യൂം, വിഗ്, കളർ, ലൈറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട്, എന്തൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു 15 seconds 30 seconds 15 seconds വീഡിയോ ഉണ്ടാവുള്ളൂ. അതെത്ര സമയം ശരിക്കും എടുക്കലെന്ന് അറിയോ? സോ മേക്കപ്പ് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. പിന്നെ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ ഞാനിപ്പോ പണ്ടെല്ലാം ഐ യൂസ് ടു സെറ്റ് ഇറ്റ് അപ്പ്. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എക്വിപ്മെന്റ് കുറച്ചൊരു വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ ഞാൻ ഭർത്താവിനെ അതൊന്ന് വെക്കോ പ്ലീസ്. സോ ഹി വിൽ സെറ്റ് ഇറ്റ് അപ്പ്. പിന്നെ ഫിൽം ചെയ്യാൻ വിൽ ടേക്ക് another 5-6 hours. സോ ടോട്ടൽ ഓഫ് ഐ വുഡ് സേ 6 to 7 hours. ഞാനെല്ലാം ചില സമയത്ത് ഉറങ്ങുമ്പോ ഇറ്റ് വിൽ ബി 3-4 in the morning ഫിൽം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷീണായിട്ട് ഞാനിങ്ങനെ സോഫയിലിരുന്ന് അയ്യോ ഞാൻ ഇങ്ങനെ ഒന്ന് കിടന്നാ മതിയോ. ഞാൻ ചില സമയത്ത് മേക്കപ്പിലല്ല ഞാനെല്ലാം ഇങ്ങനെ കുറെ സമയം ഞാനിങ്ങനെ ഇരുന്ന് കിടന്നു പോകും. It's exhausting, but it's so much fun, you know. And the end result കണ്ടു കിട്ടുമ്പോൾ it's so good. It's a very proud moment. Appo I'll be like, oh, എന്ത് രസാണ്. I try to be humble about it, but I'm like, oh my god, I look so good. Yes. ഓഡിയൻസിന് ഇത് കേൾക്കുമ്പോ അവർക്ക് ശരിക്കും ഒരു ഇൻസൈഡ് സ്കൂപ്പ് പോലെ ആയിരിക്കും. ലൈക്ക് ഇത്രയും ചെറിയ വീഡിയോന്റെ ഉള്ളില് ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവും. നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോയാലോ? അതെ, ഞങ്ങളുടെ റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് അടുത്ത. റാപ്പിഡ് ഫയർ നമുക്ക് വെറുതെ പേരിനുള്ളൂ, എത്ര സമയം എടുത്തിട്ടും ആൻസർ ചെയ്യാം. ഷോർട്ട് ഹെയർ ഓർ ലോങ് ഹെയർ? ഷോർട്ട്. ഡ്രീം ക്രിയേറ്റർ കൊളാബറേഷൻ ഏതാ? Like with a brand or with a person? With a creator. I don't know actually. I've never thought of that. Maybe with one of my favorite cosplayers, Kozer Karina. She's ഭയങ്കര ഫേമസ് ആണ് പെണ്ണുങ്ങൾ. Like she's also a mom. She's also like, you know, she's in China but she's Ukrainian. And she's my age, closer to my age. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കാണുമ്പോൾ it's very inspiring to me. That it makes me feel like, okay, I'm not alone. Like, you know, there are people like me out there. അങ്ങനെ കോസ്പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ പ്രായത്തിൽ, എൻ്റെ ഏജിൽ, with similar situationsൽ, and they're killing the game. So definitely, Kozer Karina with a collaboration. Oh my god, that would be amazing. Dream brand collaboration ഏതായിരിക്കും? Netflix. No, അങ്ങനത്തെ
സി ദ തിങ് ഇസ് അങ്ങനത്തെ വലിയ ബ്രാൻഡ് അല്ല എന്റെ ഡ്രീം. I don't know actually dream brand. Maybe ഒരു വലിയ ഗെയിമിംഗ്. With Tekken. അത് പൊളിയാവട്ടോ. ശരിക്കും ഞാൻ ഗെയിമർ ഒന്നും അല്ല, പക്ഷെ ദാറ്റ് ഇസ് വൺ ഗെയിം ചെറുപ്പത്തില് ഞാൻ കളിക്കുന്ന ഒരു ഗെയിമാണ്. അതെ ഞാൻ ഹോറാങ്ക് ആളായിരുന്നു. അന്ന് ഹോറാങ്കൊക്കെ അന്ന് ഹൊറാങ്ങായിരുന്നു. ശരിക്കുള്ള എന്റെ കാലത്ത് ലൈക്ക് ഐ യൂസ് ടു ഞാനിപ്പോ നീനയോ ആന, ഐ ഹേറ്റ് ആന. ഞാൻ നീനയായിരുന്നു എടുക്കല്. പക്ഷെ ഇപ്പൊ ഞാനെല്ലാം കളിക്കുമ്പോ ഞാൻ ലിലിനെ എടുക്കല്. അതുകൊണ്ടാണ് ഞാൻ ലിലിന്റെ കോസ്പ്ലേ തന്നെ ചെയ്ത്. biggest item on your bucket list? ലൈക്ക് മെറ്റീരിയലിസ്റ്റിക് സാധനമാണോ അതോ ലൈക്ക് സി എന്റെ ബിഗസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ബിഗസ്റ്റ് ആഗ്രഹം ഇസ് എനിക്ക് ട്രാവൽ ചെയ്യണം. Firstly to Japan and then to Korea. These are my 2 bucket list places. ഈ രണ്ടു പക്ഷെ എനിക്ക് obviously south. Obviously south. നോർത്തിലൊന്നും എനിക്ക് കേറ്റൂല. South Korea ട്രാവൽ ചെയ്യണം. പിന്നെ hopefully one day, touch wood, എനിക്ക് I want my cosplaying like to be very much more on the professional side, such that like എന്നെ പുറത്തത്തെ കൺവെൻഷൻസിനെല്ലാം ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാരണം എന്റെ കുറെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ആയിട്ടുണ്ട് ലൈക്ക് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. മലേഷ്യയിൽ ഇൻവൈറ്റ് ആയിട്ടുണ്ട്, വിയറ്റ്നാമിൽ ഇൻവൈറ്റ് ആയിട്ടുണ്ട്, ഫിലിപ്പീൻസിൽ ഇൻവൈറ്റ് ആയിട്ടുണ്ട്. ലൈക്ക് and they take care of everything. So a lot of my mutuals കുറെ എല്ലാം പ്രൊഫഷണൽ കോസ്പ്ലേയേഴ്സ് ആണ്. അവർ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഹോപ്പ്ഫുള്ളി സംഡേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തണം. പക്ഷെ ഈ ഒരു സോഷ്യൽ മീഡിയ നമ്പേഴ്സും കാര്യമൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇവന്റ് നടക്കുകയാണെന്ന് അറിയുമ്പോ അവരുടെ ഹോസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിനൊക്കെ ഒരു മെയിലൊക്കെ അയച്ചാല് ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടാവൂലേ? ഉണ്ടാവും. പക്ഷെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, എന്റെ കോണ്ടന്റ് ഇസ് നോട്ട് വെരി നീഷ് സ്പെസിഫിക് ഒന്നും അല്ല. ഈവൻ ദോ a lot of people എന്നെ അറിയുന്നത് കോസ്പ്ലേസ് മെയിൻലി ആണ്. പക്ഷെ എന്റെ വേറെ കുറെ കോണ്ടന്റ് ഉണ്ടല്ലോ. സോ എല്ലാം ഇങ്ങനെ പേജിൽ മിക്സ് ആയിട്ടുള്ള കോസ്പ്ലേയേഴ്സ് ടെക്നിക്കലി അവരുടെ പേജിലെല്ലാം കാണുമ്പോൾ ഫുൾ കോസ്പ്ലേ എല്ലാം ആയിരിക്കും. ലൈക്ക് കോസ്പ്ലേസ് അവരുടെ ഈ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ വിഗ്സ്, ഈ കോസ്റ്റ്യൂം എല്ലാം ഉണ്ടാക്കുന്ന പ്രോസസ് എല്ലാം ഉണ്ടാവും അതില്. അപ്പൊ അവരുടെ പേജ് ഫുൾ അതന്നെ. അപ്പൊ ഞാനിങ്ങനെ ഇടക്കിടക്ക് വിചാരിക്കുന്നുണ്ട് വേറെ പേജ് ഉണ്ടാക്കണം ഇനി കോസ്പ്ലേ. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. ബിക്കോസ് ഐ ടോൾഡ് യു ഇറ്റ്സ് എ റാമിഫിക്കേഷൻ ഓഫ് മൈ പേഴ്സണാലിറ്റീസ് ദാറ്റ് ഇസ് ദേർ. ആ പേജ് അത് ഫുൾ എന്നെ തന്നെയാണ്. അപ്പൊ ഈ സെപ്പറേറ്റ് ആക്കുന്നത് എനിക്ക് തീരെ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ ആലോചിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇതെല്ലാം കിട്ടും, കുറച്ചുകൂടി ഒരു കവറേജ് കിട്ടും. മേ ബി അറിയില്ല, നോക്കാം, വിൽ സി. That is one of my biggest dreams, to be fair, to be a professional cosplayer on a global scale. So in Japan കൂടി എന്നെ invite ചെയ്യും. Oh my god. Two birds with one stone. Yeah, that would be amazing. പിന്നെ അതേപോലെ what are some of the red flags and green flags in a guy according to you? Okay, see, you have to എന്നെ പറ്റി ഒരു കാര്യം മനസ്സിലാക്കണം. I am very much I don't know if എന്റെ കോണ്ടന്റ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. I have no mercy towards men. So because എന്റെ വളരുമ്പോ തന്നെ again when you're within a brown community ആ internalized misogyny നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. It's not something that's very much filtered like how it's on social media. അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ for me എന്റെ കുടുംബത്തില് I was a very much of an outcast because even if someone is older to me, ഞാനിങ്ങനെ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരാണ്. അപ്പൊ മമ്മിയെല്ലാം എന്റെ ഇങ്ങനെ വായെല്ലാം പൂട്ടിയിട്ട് അടുക്കളയിലോട്ടെല്ലാം എടുത്തിട്ട്. So I have very little patience towards men who first of all are not in tune with their emotions. ഈ ചില ആൾക്കാർ ഇങ്ങനെ ലോക്കർ റൂം ബോയ് ടോക്ക് എല്ലാം ഉണ്ടാകുന്നുണ്ട് where they make funny jokes. It's supposed to be a joke. അത് ജോക്ക് ആയിട്ടാ എടുക്കണ്ടേ. പക്ഷെ when you're making it at the expense of a woman, അങ്ങനത്തെ ജോക്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ it's not funny. I have no patience for men like that. That's a big red flag for me. And also like ആണുങ്ങൾ ഇങ്ങനെ
ഫെമിനിസ്റ്റ് ആണല്ലേ, ഫെമിനിസ്റ്റ് ആണല്ലേ, ഓ വലിയ ഫെമിനിസ്റ്റ് ആള് വന്നല്ലോ എന്നെല്ലാം പറയുമ്പോ get out. Get the hell out. Who are you in my court? Get the fuck out. പിന്നെ what else is there? Men who don't know how to cook, who don't know how to clean. ഈ basic സാധനങ്ങൾ if you don't know how to do. Like come on. In which world is it written that like പണ്ടെല്ലാം ആൾക്കാരെല്ലാം പറയാ എനിക്കൊരു ഭാര്യയെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയണം, ക്ലീൻ ചെയ്യാൻ അറിയണം, ഇതെല്ലാം ചെയ്യണം. You're not asking for a wife if that's the case. You're asking for a maid. Like someone you're just So again, I was raised in a family where ആണുങ്ങൾക്ക് ഭയങ്കര entitlement ഉണ്ടായിരുന്നു. ഈ അവരെല്ലാരും I don't know, നിങ്ങളുടെ മലപ്പുറത്തില് it's probably the same situation, I'm not very sure. ഈ ഭക്ഷണം എല്ലാം കഴിക്കുന്ന നേരത്ത് ആണുങ്ങളെല്ലാം പോയി ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് അവിടെ എല്ലാം ഇട്ടിട്ട് കൈ ഇങ്ങനെ തട്ടിയിട്ട് പോയി കൈയെല്ലാം കഴുകും എല്ലാം അവിടെ വെച്ചിട്ട്. I used to hate that. അപ്പൊ എന്റെ വീട്ടില് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, ലൈക്ക് ഫുഡ് ഫുള്ള് റെഡി ആക്കിയിട്ട് ആദ്യം ആണുങ്ങളായിരിക്കും കഴിക്കുക, എന്നിട്ട് I cannot stand that. And it's just that like നമ്മളെല്ലാരും കൂടെ കുടുംബത്തിൽ നമ്മളെല്ലാരും കഴിക്കുമ്പോ ആണുങ്ങളെല്ലാരും പോയി കഴിക്കും, പക്ഷെ my uncles would ask me also to come and eat with them. Even to this day they still ask me to come, and maybe they look at me as a man, I don't know. ചിലപ്പോ കാണുമ്പോ ആണെന്നായിരിക്കും. അപ്പൊ ലൈക്ക് ഞാൻ അവരുടെ ഒപ്പം പോയി കഴിക്കൂ, പക്ഷെ ഞാൻ പിന്നെ എണീക്കുമ്പോ ഞാൻ എന്റെ പ്ലേറ്റ് എല്ലാം എടുക്കും, ഞാൻ എന്റെ പ്ലേറ്റ് മാത്രം എടുക്കും. മൈ പ്ലേറ്റ്, മൈ ഗ്ലാസ്, വാട്ട് എവർ ഐ ഈറ്റിംഗ് ഫ്രം. Like all of the men's things will be there. എന്നിട്ട് I'll see my aunts, all my aunts എല്ലാം ഇങ്ങനെ ഓടി വന്ന് എല്ലാം എടുത്ത് അതും ഈ കഴിക്കുന്നതിലൊരു വൃത്തികെട്ടായിട്ടുള്ള ഒരു പ്ലേറ്റ് എല്ലാം ആക്കിയിട്ട് they'll make it so bad. It looks like a massacre on the plate. എല്ലാം എടുത്ത് പോയി വൃത്തിയാക്കിയിട്ട് പിന്നെ പുതിയതായിട്ട് കഴുകിയിട്ടാണ് ആ പ്ലേറ്റ് എല്ലാം എടുത്താൻ. നമ്മൾ ഈ കഴിക്കുന്ന മുമ്പ് ലൈക്ക് ഈ മറ്റേ ചോറും കറിയും എല്ലാം അവിടെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ പേപ്പർ ഇടും ടേബിളിന്റെ മുകളിൽ. അതിന്റെ മേളിൽ ഈ കറിയും the meat and the bones and everything will be there. അതിന്റെ മേളിൽ ഇട്ടിട്ടാണ് my aunts will sit and eat. It used to break my heart. എനിക്ക് ശരിക്കും സങ്കടമായിരിക്കും. എന്നിട്ട് ഞാൻ മമ്മീന്റെ അടുത്ത് പറയും, എന്തിനാണ് മമ്മി ലൈക്ക് വൈ ഈ സെപ്പറേഷൻ എന്തിനാണ് എന്നോട്. പക്ഷെ ലൈക്ക് മിണ്ടാണ്ട് എനിക്ക് ഇപ്പൊ പണ്ടത്തെ കാലത്തിൽ ഇങ്ങനെ തന്നെ നടക്കൂ. ആൻഡ് there is no space for everyone to eat. അല്ലെങ്കിൽ തിന്നുന്നില്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്നിട്ട് തിന്നു. It's so messed up. And എനിക്ക് fine if it's two people eating together, if it's eating at separate times, that's also കുഴപ്പമൊന്നും ഇല്ല അതിന്. പക്ഷെ സ്വന്തം പ്ലേറ്റ് എടുത്ത് കഴിക്കൂടെ. It's like a big red flag for me. So if someone eats and they don't wash their plate, take your plate and go. And നെഫ്യൂന്റെ അടുത്തല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. I think he was like 11 or 12. അവൻ ഇരുന്ന് തിന്ന് അവിടെ പ്ലേറ്റ് വെച്ചിട്ട് ഹലോ ഇങ്ങോട്ടേക്കോ, പ്ലേറ്റും ഗ്ലാസ് എല്ലാം എടുത്ത് പോയി ബേസിനിൽ വെക്ക്, കഴുകണ്ട, അവിടെ പോയി വെള്ളം ഇട്ടാ മതി. his grandmom saw it, like ആ ചെറിയ ചെക്കനെ കൊണ്ട് എന്തിനാ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. It is എന്റെ അഭിപ്രായത്തിൽ it is the women in the family who are enabling it. Stop enabling the kids. ഈ ആണുങ്ങളുടെ ഇങ്ങനെയല്ല എന്തിനാ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെല്ലോ. അതെ, സം പീപ്പിൾ ലൈക്ക് പൊതുവെ ഒരു ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ആൺകുട്ടികളൊക്കെ കിച്ചണിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റുമ്പോൾ ദേ ലൈക്ക് സെൻഡ് ദ ബോയ്സ് അവേ ഫ്രം കിച്ചൺ. എന്താ ആൺകുട്ടികൾ കിച്ചണില് അത് ഇതെന്നൊക്കെ അത്. പിന്നെ അതേപോലെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് ചില ആൾക്കാരൊക്കെ ഭയങ്കര പ്രൗഢിയോടെ പറയും, ഓ എന്റെ മോനൊരു ചായ കൂടി ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര ഫ്ലെക്സ് ചെയ്തിട്ട് പറയും, ഇവനൊരു ചായ കൂടി ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള രീതിയില് ഭയങ്കര ഫ്ലെക്സ് ചെയ്ത് അവരിങ്ങനെ പറയുന്നൊക്കെ കാണുന്നുണ്ട്. എന്റെ ഭർത്താവിന് കുക്ക് ചെയ്യാൻ അറിയാട്ടോ, താങ്ക്ഫുള്ളി. എന്ന് വെച്ചാല് he's okay, like he can manage his own സ്വന്തം ഫുഡെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. Not survival food, കുക്ക് ചെയ്യാനെല്ലാം അറിയാം മൂപ്പർക്ക്. പക്ഷെ it's not up to my taste standards. Just ഇത് കണ്ട എന്നെ കൊല്ലു. പക്ഷെ ഒരു കാലത്ത് when he was into fitness, ഞാനിങ്ങനെ I think I just had my daughter. അപ്പൊ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. I think ലൈലൊക്കെ ഒരു 3-4 മാസേ ആയിട്ടുള്ളൂ നമുക്ക്. അപ്പൊ മൂപ്പർക്ക് അപ്പൊ ഭയങ്കര ഫിറ്റ്നസിന് ഇതുണ്ടായിരുന്നു. അപ്പൊ he used to follow a strict diet. അപ്പൊ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കലുണ്ട്. And we were staying, അപ്പൊ നമ്മൾ മമ്മീന്റെ കൂടെയാ സ്റ്റേ ചെയ്യുന്നത്. മമ്മി ആൻഡ് മൈ ബ്രദർ വാസ് ഓൾസോ there. അപ്പൊ മൂപ്പര് ഇങ്ങനെ അടുക്കളയിൽ പോയി സാധനങ്ങളെല്ലാം എടുത്ത് കുക്ക് ചെയ്യും. അപ്പൊ മമ്മി അല്ലാ എന്തിനാണ് പുതിയാപ്പിള എന്തിനാണ്
വേണ്ട മമ്മി, ഐ ഡു ഇറ്റ്, ഐ എം കംഫർട്ടബിൾ ഡൂയിങ് ഇറ്റ് മൈ സെൽഫ്. എപ്പോ മൈ ഹസ്ബൻഡ് യൂസ് ടു സേ, എന്നിട്ട് വേണ്ട ഒന്ന് മമ്മിന്റെ അടുത്ത് പറയാം, എനിക്ക് എന്റെ സാധനം തന്നെ കുക്ക് ചെയ്യണം. I was like, I am not interfering. വേണമെങ്കിൽ പോയി പറഞ്ഞോ, I am not doing. എന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത ചീത്ത അറിയില്ല എന്റെ മമ്മി. ഭർത്താവെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിട്ടെല്ലാം അടുക്കളയിലെല്ലാം കയറുന്നത്. ലൈക്ക്, സോ വൈ ഇസ് ദാറ്റ് സച്ച് എ ബിഗ് തിങ്? ലൈക്ക്, ഐ എം ടേക്കിംഗ് കെയർ ഓഫ് എ ചൈൽഡ്, ഐ എം ഡൂയിങ് എവറിത്തിങ് എൽസ്. അപ്പൊ എല്ലാം നിന്റെ പ്രായത്തിൽ എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഞാൻ കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, ജോലിയും എടുക്കൂ. ഞാൻ മമ്മീന്റെ പോലെ ഒന്നും അല്ല. ഓക്കെ, ഞാൻ മമ്മീന്റെ പോലെ ഒന്നും അല്ല. എനിക്ക് ഇങ്ങനെയുള്ള ചെയ്യാനൊന്നും പറ്റൂല. And if I am able to do, if he's able to do it, it's a big help for me. എനിക്കൊരു ഹെൽപ്പ് അല്ലേ. Why will I deny that help? Like, of course help me, man, do your thing. Do your stuff by yourself. And definitely that is it's a green flag for me if a guy knows how to cook, if he's independent in his own things. Or ഞാൻ ഇതുവരെ റെഡ് ഫ്ലാഗേ പറഞ്ഞിട്ടുള്ളൂ. Green cooking, see, definitely cooking and like independence. And also when I say don't take this the wrong way, but to be in touch with his feminine side. And when I say feminine side, I mean to understand what it is to be a woman. അത് മനസ്സിലാക്കാൻ ഒരു ടെൻഡർനെസ്, ഒരു ജെന്റിൽനെസ് വേണം. ബിക്കോസ് certain things ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ you don't understand. Like when a woman is talking about every girl, എനിക്കറിയുന്ന every girl has gone through some sort of ഇങ്ങനത്തെ ഒരു ആണുങ്ങൾ ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യുന്നതും അസോൾട്ട് ചെയ്യുന്നതും അങ്ങനത്തെ too many women in my life എനിക്കറിയുന്നുണ്ട്. അപ്പോ അവർ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഫീമെയിൽ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിന്റെ അടുക്ക് വന്ന് അത് ആണുങ്ങളും കൂടെ ഉണ്ടല്ലോ, ലൈക്ക് ആ സമയത്ത് ആ പെണ്ണുങ്ങൾ അതിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പോ if you're bringing that up, it is again you're trying to neutralize it. Of course men go through it, പക്ഷെ ഒരു പെണ്ണ് സംസാരിക്കുന്നതിന്റെ അടുക്ക് when you're bringing that up, you're not bringing it up to raise awareness ഈ ആണുങ്ങളുടെ കാര്യത്ത്, you're bringing it up to negate what she's saying. മനസ്സിലായോ? So definitely, like, that is a man who can understand that, definitely green flag. And also a man who trusts his girl, man. Like, ഇപ്പോഴത്തെ കാലത്തല്ലോ, നീ ഇതിട്ടിട്ടാണോ പോകുന്നത്, നീ അങ്ങനെയാണോ സംസാരിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെയാ ചെക്കൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ലൈക്ക്, ട്രസ്റ്റ് യുവർ പാർട്ട്ണർ, മാൻ. അതുണ്ട് എനിക്ക്. ട്രസ്റ്റിംഗ്, ലോയൽറ്റി, പിന്നെ പാർട്ട്ണറും ആരെ ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ 100%. അത് ബോത്ത് സൈഡ്സ് നടക്കുന്ന കാര്യമാണ്. ബോത്ത് സൈഡ്സ്. And I have, എനിക്ക്, see, it's not just that I have met കുറെ ഇങ്ങനത്തെ misogynistic men. I have met women as well. ഇപ്പൊ ഞാനും പറയും ചില, like when I see certain women, I'm like, you are no less than a man. ഇങ്ങനത്തെ എല്ലാം പരിപാടികൾ നീ എല്ലാം ചെയ്യുമ്പോൾ, like, how are you any different? You're contributing to the problem, the other one is making the problem. There's no difference. ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറെ മണിക്കൂർ വേണ്ടി. അതെ, നമുക്ക് ഷാസിയ, when you are back on After Hours again ഒരു കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് റാൻഡ് സെഷൻ നമുക്ക് നടത്തണം. ഇത് നിർത്തില്ല, പിന്നെ നിങ്ങളുടെ കോമന്റ് സെക്ഷൻ ആയിരിക്കും കേട്ടോ വലിയ പ്രശ്നം. ഞങ്ങളെ കോമന്റ് സെക്ഷൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതെ, ലീസ്റ്റ് ഓഫ് ആർ വെറീസ്. ബിക്കോസ് കോമന്റ് സെക്ഷൻസ് and all ചില സമയത്ത്, എസ്പെഷ്യലി മലയാളി പോഡ്കാസ്റ്റ് ആണ്, മലയാളി men in my podcast hate, അല്ല, in my podcast അല്ല, in my channel, in my page, they hate me. എന്നെ തീരെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഞങ്ങള് ചില ഹേറ്റ് കമന്റ്സ് ഒക്കെ വരുമ്പോ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഇരുന്നിട്ട് ഒരു എന്റർടൈനിങ് ഉള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഹേറ്റ് കമന്റ്സ് ഒക്കെ. ഞങ്ങൾ എപ്പോഴും ആലോചിക്കുക എന്താന്ന് വെച്ചാല്, ഇവരെ ദിവസത്തെ ഇത്രയും ടൈമില് ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഇവര് അതിനായിട്ട് എഫേർട്ട് ഇട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് പക്ഷെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഫ്രീ ടൈം ഉണ്ടല്ലേ. ഒരാള് ആക്ച്വലി ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര സമയം ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ ട്രോമ, അതെല്ലാം പ്രൊജക്ട് ചെയ്യുന്നതാണ്. സോ ഞാൻ അതിനൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നത്, ഞാൻ ചില ആൾക്കാരെല്ലാം ബ്ലോക്ക് ചെയ്യലാണ്, അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യലാണ്. ബ്ലോക്ക് ഒന്നും ചെയ്യാറില്ല, പറഞ്ഞോ. നെക്സ്റ്റ്, if you could play or voice a character, a cartoon character, an anime character, who would it be? അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് മോനെ. There are so many.
Oh, Zoro. Gojo. No, Zoro also, പക്ഷെ Gojo Satoru. Good. Gojo Satoru is the one person. എന്റെ പേജ് കാണുമ്പോ ആൾക്കാരെന്നെ കാണുമ്പോ they call me a Gojo simp. Because Oh. he's my top favorite character. And I've cosplayed him as well. കുറച്ച് വെളുത്ത മുടിയും നീല കണ്ണും. So he and Oh, yes. ഒരു black outfit. yeah. I mean, he's yeah. one of my favorite characters. He was also and the first tattoo ആയിരുന്നു അയാൾ. Oh. So definitely അയാളുടെ voice, and his voice is amazing, and that voice actor Yuichi Nakamura na പേര്, that guy's voice, if I could recreate that voice. So, what do you miss the most about being unknown? ശരിക്കും പറഞ്ഞാൽ I don't miss being unknown. Oh. I don't miss being unknown. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല being unknown, but since I've also experienced what it's like to not be unknown, I feel like it is better for me that way, because എനിക്ക് പണ്ട് ചെറുപ്പത്തിലല്ലോ എനിക്ക് ഇങ്ങനത്തെ കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇറ്റ് യൂസ് ടു ജസ്റ്റ് ബി സംതിങ് ദാറ്റ് യൂസ് ടു പ്ലേ അറ്റ് ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. ഇപ്പോൾ എനിക്കൊരു ചാനൽ ഉണ്ട് അതെല്ലാം ചെയ്യാൻ. And I want people to know more about me, and not just that. ആൾക്കാരെന്നെ അറിയുമ്പോൾ ഏകദേശം എൻ്റെ പേജിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനത്തെ ആളാണ്. വാട്ട് ആർ മൈ വാല്യൂസ്, വാട്ട് ആർ മൈ മോറൽസ്, ഞാൻ എന്തിനെ പറ്റിയാ സ്റ്റാൻഡപ്പ് ചെയ്യുന്നത്, ഇറ്റ്സ് വെരി എവിഡൻറ്റ്. അപ്പോൾ പീപ്പിൾ ഹു ഫോളോ മീ, അങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, I know that they're genuine people who actually who actually think that what I'm saying is the right thing, or who actually think that, okay, this is valid, ഇയാള് പറയുന്നത് ശരിയാണ്, ശരിക്കും നമ്മൾ എന്താ ഇതിനെ പറ്റി സംസാരിക്കാത്ത, എന്താ ഇതിനെ പറ്റി ഒന്ന് ആൾക്കാർ പറയാത്തതിനോ. So I actually enjoy being known. കൊള്ളാം. A tattoo that you regret? Neither of them. They're all my favorite tattoos. I don't regret any tattoos, ശരിക്കും പറഞ്ഞാല്. But ആൾക്കാർ actually ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ, my first tattoo was not by my tattoo artist, it was by Mariam. Oof, Mariam. The first tattoo was And the by first Mariam. tattoo was by Mariam. Suji ink it. She drew a tiny DIY. heart on me. അത് പുള്ളി. ഇത്ര സേഫ് ആയിരുന്നു എനിക്കൊന്നും അറിയില്ല, പക്ഷെ no regrets. അതെ. It's definitely കൊള്ളാം. it's like no regrets. ഏതാണ് most painful tattoo? Oh, the recent one that I got. I ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ല because it's not complete. I got it എൻ്റെ കാലിന്റെ സൈഡില്, ലെഫ്റ്റ് ലെഗിന്റെ സൈഡിലായിരുന്നു അത്. ഇറ്റ്സ് an anime character. നല്ല പെയിൻഫുൾ ആയിരുന്നു. മോനെ ഞാനിങ്ങനെ എണീച്ച് ഇങ്ങനെ ഭയങ്കര വേദന. പക്ഷെ എനിക്ക് നല്ല പെയിൻ ടോളറൻസ് ഉണ്ട് when it comes to tattoos. ആ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഉള്ളതാണെന്ന് ആൾക്കാർ പറയുന്നത്. അതെ, കേട്ടിട്ടുണ്ട്. Yeah. You are in famous birthdays. How do you feel about that? ആണോ? ഞങ്ങൾ കണ്ടുപിടിച്ചു. ആണോ? I didn't know that. ഞങ്ങളുടെ എത്തിക്കൽ റിസർച്ചിൽ ഉണ്ടായിരുന്നു. I didn't know that. Actually, that's pretty cool. Yeah, your own famous birthdays. That's so cool. I didn't even know that. അതിലൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട് നിന്റെ, ലൈക് ഷാസിയുടെ എന്താ ടിക്ടോക്കിനെ കുറിച്ചൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത്. ബ്രൗൺ പേരന്റ് കോണ്ടന്റ് ആൻഡ് കോസ്പ്ലേയിങ്, ഷീസ് നോൺ ഫോർ ദം എന്നൊക്കെ പറഞ്ഞിട്ട്. Really? അത് ആദ്യമല്ല അവരെ അപ്രോച്ച് ചെയ്തിട്ടല്ലേ ചെയ്യല്? ഏതായാലും സാധനം അവിടെ ഉണ്ട്. No, that's pretty cool. That's pretty cool. എന്നാണ് ഷാസിന്റെ ബർത്ത്ഡേ? May 2nd. ഓ, മറ്റേ ലേബർ ഡേന്റെ നേരെ നെക്സ്റ്റ് ഡേ, വേൾഡ് ലേബർ ഡേ, ലേബേഴ്സ് ഡേ, Yeah. വർക്കേഴ്സ് ഡേ. എന്റെ മദറിന്റെ ബർത്ത്ഡേ May 1st. ആണോ? Yeah, that's cool. May people are beautiful, can see that. എന്താ വേണ്ടെന്ന് പറ. എന്താ വേണ്ടെന്ന് പറ. So, most important question. അതെ, ഞങ്ങള് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാ ഗസ്റ്റിനോടും ചോദിക്കുന്നത് ഞങ്ങളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈറ്റൽ ക്വസ്റ്റ്യൻ ആണ് ഷാസിനോട് ചോദിക്കാൻ പോകുന്നത്. ഞങ്ങളെ കുറിച്ച് എന്താണ് ഷാസിക്ക് പറയാൻ? മോസ്റ്റ് ഓണസ്റ്റ് ഒപ്പീനിയൻ. Your limited exposure. Like what my opinion is about you guys? Yes, honest opinion ആണ്. Honest opinion. We are open to any criticism. No.
നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവാണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അൺപ്രൊഫഷണൽ No. See, to be fair, I feel like to give me the freedom ingane samsarikan, definitely like it's a good thing. It's very impressive. I could never do what you guys do. Like to have a podcast and actually, honestly, because I have considered having a podcast. I've considered talking to. ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കെപ്പോ പേടിയുള്ളത് ഞാൻ ഇനി സംസാരിക്കുന്നത് എന്തെങ്കിലും തെറ്റിയിട്ട് ഞാൻ സംസാരിക്കോ, പറഞ്ഞാല് ആൾക്കാരിനെ എഫക്ട് ചെയ്യോ. ആൻഡ് ഞാൻ സംസാരിക്കുന്ന കേട്ടാൽ യു കൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇങ്ങനെ സെന്റൻസസ് ഫ്ലോയിലൊന്നും വരലില്ല. സോ ഞാനിങ്ങനെ ചില സമയത്ത് തപ്പിട്ട് സംസാരിക്കരുത്. So what you guys are doing is definitely like it's brilliant. You're doing an amazing job. Thank you. റിയൽ ലൈഫിലെ ഷാസിയ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ആംബിവേർട്ട് ആണോ? So ഞാൻ MBTI ചെയ്തിട്ടുണ്ട് കേട്ടോ. So it's showing that I'm an INFP, which is kind of an ambivert. പക്ഷെ ശരിക്കും പറഞ്ഞാൽ I'm an introvert. എനിക്ക് എന്റെ സർക്കിളിൽ I can interact with people freely. എനിക്ക് ഭയങ്കരമായിട്ട് freely I can interact. പുറത്തത്തെ ആൾക്കാർക്ക് I can also interact. പക്ഷെ അത് കാണുന്നത് ഒരു it will not be me. മനസ്സിലായോ? It will be just not a projection. Like if I'm meeting someone for the first time, ആദ്യമായിട്ട് ഞാൻ ഒരാൾ കാണുമ്പോൾ അവരെങ്ങനെയാ സംസാരിക്കുന്നത്, അവരെന്താ ചെയ്യുന്നത് വിചാരിച്ച് I will just mirror that. ഞാൻ അത് റിഫ്ലക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് അവരുടെ അടുത്ത്. സോ ആൾക്കാരെപ്പോ പറയുന്നു it's so easy to talk to you. I'm like, yeah, because that is not me. That is you you're talking to. I'm very good at mirroring other people's behavior. സോഷ്യൽ കമീലിയൻ പോലെയാണോ? അതന്നെ, exactly that. Recently, like my friend was like someone I'm working with, he was like, you have to meet this person and try to be friendly. Yeah, you will be able to do it. I'm like, yeah, I can do it. I can talk easily. ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ it takes time for me to get close to people. Yeah. Certain times it just happens. ചില സമയത്ത് ഞാനും പറയും ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാനും തോമസ് was also like this. It was instant. നമ്മള് സംസാരിച്ച ആ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ലൈക്ക് സംസാരിച്ചപ്പോ ലൈക്ക് 3 of us we clicked. ഇനി ഷാസിയക്ക് പറയാം ഞാനും സമീർ ഇങ്ങനെ. No, ശരിക്കും പറഞ്ഞാൽ very comfortable. It's easy to talk to you guys. I didn't have to, again, like if you guys think that I was mirroring, I was not. It was very much genuine. ഞാൻ തന്നെ സംസാരിക്കും. That's so sweet. ഇതൊക്കെ ഞാനില്ലേ, അത് ഞാനാണ്. അതെ. സോ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ കാനഡയില് പുലർച്ചെ ഏർലി മോർണിംഗ് 4 മണിയാണ് സമയം. ഇവിടെ ടെമ്പറേച്ചർ പറഞ്ഞാല് എനിക്ക് ഒന്നെങ്കിൽ നല്ല തണുപ്പാണ്, ഒരു 0 ഡിഗ്രി 1 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഒരു -2 -3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ടെമ്പറേച്ചർ. ഷാസിയ, ദുബായിൽ എന്താണ് സമയം, എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഇവിടുത്തെ സമയം ഇപ്പൊ ഇറ്റ്സ് 1:15. 1:15 is 1:15. 1:15, yeah. Okay, so it's 1:15 and I think temperature എത്രയാന്ന് എങ്ങനെ പറയല്ലേ, ഒരു മിനിറ്റ്. അല്ല, ഇത് ക്ലോസ് ചെയ്താൽ പിന്നെ റെക്കോർഡ് ചൂടാണ്. അല്ല, അത്രയ്ക്ക് ചൂടല്ല. ഓക്കെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാണ്. ഷാസിയ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ആഫ്റ്റർ അവേഴ്സ് മലയാളീസ്. No problem. It was my pleasure. വളരെ നാച്ചുറൽ ആയിട്ടാണ്. അതെ, it was so easy to talk with you. അതെ, it was not forced. ഞങ്ങൾക്കൊന്നും ഫിൽറ്റർ ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഈസി ഫ്ലോയിങ് കോൺവെർസേഷൻ ആയിരുന്നു. ഇത് ചില എപ്പിസോഡ്സ് നമ്മൾ ഗസ്റ്റ് എപ്പിസോഡ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഗസ്റ്റിന്റെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര ബ്രീഫ് ആയിരിക്കും, അവിടെ തീർന്ന്. ഇപ്പൊ നമ്മളിങ്ങനെ how was your experience with this? It was nice എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നാൽ നമ്മളിങ്ങനെ okay moving on. അങ്ങനെ ഒരു പ്രശ്നത്തില്ല. So it was amazing talking to you. Thank you so much for coming on. No problem. I feel like I spoke too much. It's a podcast for a reason.